Praise the Lord. ദൈവത്തിന് സ്തോത്രം. As I told you yesterday, the topic of our studies this 3 days will be the last days. ഇന്നലെ ഞാൻ പ്രസ്താവിച്ചതുപോലെ ഈ 3 ദിവസത്തെ വേദപാഠത്തിന്റെ വിഷയം അന്ത്യനാളുകൾ എന്നുള്ളതാണ്. For our key verse, shall we read once again the last 2 verses of our Holy Bible? നമ്മുടെ ധ്യാനത്തിനായിട്ട് വീണ്ടും വിശുദ്ധ വേദപുസ്തകത്തിന്റെ അവസാനത്തെ 2 വാക്യങ്ങൾ വായിക്കാം. He which testified these things said, Surely I come quickly, Amen. Even so come, Lord Jesus. The grace of our Lord Jesus Christ be with you all, Amen. ഇത് സാക്ഷീകരിക്കുന്നവൻ അതേ ഞാൻ വേഗം വരുന്നുവെന്ന് അരുളി ചെയ്യുന്നു. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. Father God, I humble myself before your holy presence, and I know that I can do nothing to help these your children in their holy life. And the most I can do with all my talents is to administer death to them. So I pray that you might come, that you might speak, that you might be magnified. In Jesus' name I pray. Amen. I want to remind you once again that the motive of these studies is not just to accumulate some knowledge about the signs of the coming of the Lord. കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് കുറെ അറിവ് സമ്പാദിക്കുക എന്നുള്ളതല്ല ഈ യോഗങ്ങളുടെ ലക്ഷ്യം. The motive of this Bible studies is that we need to wake up to understand the times. കാലങ്ങളെ വിവേചിപ്പാൻ തക്കവണ്ണം നാം ഉണരുക എന്നുള്ളതാണ് ഈ വേദപാഠത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. So God's desire and my desire is that we should, at the end of this Bible study, leave this place not with a swollen head but with a contrite heart. എൻ്റെ ഉദ്ദേശവും ആഗ്രഹവും ദൈവത്തിൻ്റെ ആഗ്രഹവും ഈ വേദപാഠ ക്ലാസിന്റെ അന്ത്യത്തിൽ നിങ്ങൾ ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ നിങ്ങളേതോ ബുദ്ധിവികാസം പ്രാപിച്ചവരായി പോകുക എന്നുള്ളതല്ല, എന്നാൽ കർത്താവിന്റെ വരവിനു വേണ്ടി ഒരുക്കമുള്ളവരായി പോകുക എന്നുള്ളതാണ്. 20 years ago I had a dream. ഏതാണ്ട് 20 വർഷങ്ങൾക്ക് മുൻപ് എനിക്കൊരു സ്വപ്നമുണ്ടായി. It was a war scene in my dream. അത് ഒരു യുദ്ധത്തിന്റെ മേഖലയായിട്ടാണ് കണ്ടത്. And there were black clouds hovering above in the skies. ആകാശത്തിൽ കറുത്തിരുണ്ട മേഘങ്ങൾ ഉണ്ടായിരുന്നു. And warplanes were proceeding to attack the land from the black clouds. ഈ കറുത്ത മേഘങ്ങളുടെ ഇടയിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ ആക്രമിക്കുവാനായി പുറപ്പെട്ടു വരുന്നു. And I woke up to see what was happening, and I saw everyone around me was sleeping. ഇത് എന്തെന്ന് കാണുവാനായി പെട്ടെന്ന് ഞാൻ ഉണർന്നു. എങ്കിലും എൻ്റെ അടുത്തുണ്ടായിരുന്നവരെല്ലാം നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു. So I was pushing everyone awake and saying, wake up, it's war time. ഞാൻ എല്ലാവരെയും വിളിച്ചുണർത്തിയിട്ട് ഇത് യുദ്ധകാലമാണെന്ന് പറഞ്ഞു ഉണർത്തുകയുണ്ടായി. So I believe God is using me these days in fulfillment of that dream so that I myself might wake up and that we might all wake up to understand what's going on around us. നമുക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുവാനും ഞാൻ തന്നെ മനസ്സിലാക്കി ഉണരുവാനുമായിട്ട് ദൈവം എന്നെ ഉപയോഗിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. The Bible says, because salvation is nearer than we think, it's high time we woke up out of sleep. നാം വിചാരിക്കുന്നതിനേക്കാൾ രക്ഷ നമുക്ക് സമീപമായിരിക്കൊണ്ട് നാം ഉറക്കത്തിൽ നിന്ന് ഉണരേണ്ട കാലം അധികരിച്ചിരിക്കുന്നുവെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. This sleep is not a literal sleep, it's a sleep in our minds. ഇത് അക്ഷരപ്രകാരമുള്ളതായ ഒരു ഉറക്കമല്ല, എങ്കിലും നമ്മുടെ മനസ്സിൽ നാം മന്ദതയുള്ളവരായി തീരുകയാണ്. Although we mentally know that Jesus is coming, we live as though he's going to come much later on. നമ്മുടെ ബുദ്ധിയിൽ കർത്താവ് വരുന്നു എന്നുള്ളത് നമുക്കറിയാമെങ്കിൽ തന്നെയും നാം അതിനായി ഉണർന്നു പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. No, we live as though he's going to come much later. പിന്നീട് എപ്പോഴെങ്കിലുമാണ് വരുന്നതെന്ന് ചിന്തിച്ച് നാം ജീവിക്കുകയാണ്. The Bible says, awake thou that sleepest and arise from the dead and Christ will give you light. ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, അപ്പോൾ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ദൈവവചനം പറയുന്നു. So the sad story is, although we know that Jesus is coming soon, the church in general has gone into a sleep. നാം കർത്താവ് വരുന്നു എന്നുള്ളത് അറിയുന്നുവെങ്കിൽ തന്നെയും സഭ മൊത്തത്തിൽ ഒരു നിദ്രയുടെ അനുഭവത്തിലേക്ക് പോയിരിക്കുകയാണ്. So he is going to come very soon. അതേ, കർത്താവ് എത്രയും വേഗം വരും.
The key verse that we read just now is the last promise in the Bible. ഈ നാം ഇപ്പോൾ വായിച്ചു കേട്ടതായ വചനം ദൈവവചനത്തിലെ ഏറ്റവും അവസാനമായി നൽകിയിരിക്കുന്ന വാഗ്ദത്തം കൂടെയാണ്. And those are not the words of John, those are the personal words of Jesus. അത് യോഹന്നാൻ അപ്പോസ്തലന്റെ വാക്കുകളായിട്ടല്ല, കർത്താവായ യേശു ക്രിസ്തു നേരിട്ട് നൽകുന്ന വാക്കുകളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. So he is going to come soon, he is surely going to come soon. അതെ, അവൻ വേഗം വരുവാൻ പോകുന്നു, അവൻ സത്യമായി വേഗം വരും. But when is the question? എപ്പോഴത് സംഭവിക്കുമെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. Next year? അടുത്ത വർഷമാണോ, or after 5 years, അതോ 5 വർഷത്തിന് ശേഷമോ, after 10 years, അതോ 10 വർഷത്തിന് ശേഷമോ, or maybe after 50 years? അതോ 50 വർഷങ്ങൾക്ക് ശേഷമാകുമോ? If we were left to choose that number, we would choose 50, isn't it? നമ്മോട് വർഷം തീരുമാനിക്കുവാൻ പറഞ്ഞാൽ ഒരുപക്ഷെ നാം 50 വർഷം കഴിഞ്ഞൊരു ഡേറ്റ് എടുത്തേക്കും. We don't like to say Jesus will come next year or after 5 years. 50 years is convenient for us. കർത്താവ് ഈ അടുത്ത വർഷം വരണമെന്നോ 5 വർഷത്തിനകം വരണമെന്നോ അല്ല, ഒരു 50 വർഷത്തിന് ശേഷം വന്നാൽ നന്നായിരിക്കുമെന്നാണ് നാം ചിന്തിക്കുക. Although we don't say it, it's there inside. നാം അത് വെളിയിൽ പറയുന്നില്ല എങ്കിൽ തന്നെ നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്താഗതിയാണ്. Why? എന്തുകൊണ്ട്? If he comes too soon, we can't do what we like, isn't it? അവൻ വേഗം വന്നാൽ നാം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമുക്ക് ചെയ്യുവാൻ കഴിയുകയില്ല. We have a lot of little plans of our own, and we have some things to finish in this world, and if he comes later the better. നമ്മുടേതായ പദ്ധതികളെല്ലാം ഉണ്ട്. ഈ ലോകത്തിൽ പല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നാം ആഗ്രഹിക്കുന്നു. അങ്ങനെ നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് കർത്താവ് പെട്ടെന്ന് വന്നാൽ സാധിക്കാതെ പോകും. So Jesus come, but don't come too quickly. കർത്താവേ, നീ വരണം, പക്ഷേ എത്ര വേഗം വരരുത്. That's sleep. അതാണ് ഉറക്കം. So we must wake out of that sleep. ആ നിദ്രയിൽ നിന്ന് നാം ഉണരണം. Because it's not our choice about when he is going to come. It's not even the choice of Jesus about when he is going to come. It's the Father's choice. കർത്താവ് എപ്പോൾ വരണമെന്നുള്ളത് നമ്മുടെ തീരുമാനമല്ല, യേശുക്രിസ്തുവിന്റെ തീരുമാനവുമല്ല, പിതാവായ ദൈവമാണ് ആ കാര്യം തീരുമാനിക്കുന്നത്. And that time is unannounced. ആ സമയത്തെക്കുറിച്ച് യാതൊരു വിധമായ ആ സമയം എപ്പോഴെന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ല. We may not know the day and the hour in which he comes. കർത്താവ് വരുന്നതായ നാളും നാഴികയും നാം അറിയുന്നില്ല. But Jesus himself pointed out to certain things that will happen around, which will in turn point to his coming. കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് താൻ തന്നെ ചില ലക്ഷണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. Yesterday we saw how earthquakes are on the increase. എങ്ങനെ ഭൂകമ്പങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് ഇന്നലെ നാം കാണുകയുണ്ടായി. And we also saw what was happening in the days of Noah and what was happening in the days of Lot is repeating itself in these days, in the days of the coming of the Son of Man. കർത്താവായ യേശു മനുഷ്യപുത്രന്റെ വരവിന് മുൻപ് നോഹയുടെ കാലത്തും ലോത്തിന്റെ കാലത്തും സംഭവിച്ചതുപോലെയുള്ള കാര്യങ്ങൾ വീണ്ടും സംഭവിക്കുന്നതായും നാം കാണുകയുണ്ടായി. So once again I'm telling you, I'm not going to tell you anything sensational, something that will excite our sentiments. നമ്മെ തട്ടി ഉണർത്തത്തക്കവണ്ണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇളക്കപ്പെരുക്കം ഉണ്ടാക്കത്തക്കവണ്ണമുള്ളതായ ഏതെങ്കിലും കാര്യം പ്രസ്താവിപ്പാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. That is, the people of Athens, the Bible says, they always like to hear something new. ഏതൻസിൽ ഉണ്ടായിരുന്നതായ ജനങ്ങള് എന്തെങ്കിലും പുതുമ അന്വേഷിച്ചുകൊണ്ട് നടന്നവരായിരുന്നു. So sometimes we get together here not because we love the word of God, but we like to hear something new. ദൈവത്തിന്റെ വചനത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരിയായി എന്തെങ്കിലും പുതുതായി വല്ലതും കേൾപ്പാനുണ്ടോ എന്നുള്ള ഒരു ആകാംക്ഷയോടുകൂടെയാണ് പലപ്പോഴും നാം എത്തിച്ചേരുന്നത്. That is also a sign of sleep. അതും ഒരു നിദ്രയുടെ അനുഭവം തന്നെയാണ്. So I would like to present some ordinary signs that are present around us, and at the same time we must wake up. നമുക്ക് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായ സാധാരണയായി കാണപ്പെടുന്നതായ ചില അടയാളങ്ങളെ നിങ്ങളുടെ മുൻപാകെ വെച്ചിട്ട് അതേസമയം നമുക്കൊരു ഉറക്കത്തിൽ നിന്ന് ഉണരേണ്ടതായ ഒരു അനുഭവം കൂടെ ഉണ്ടാക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. One more sign pointing to the coming of the Lord is that famines are on the rise. കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിന്റെ മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് ക്ഷാമം വർദ്ധിക്കുക എന്നുള്ളതാണ്. You read this in Matthew 24:7. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ അത് നാം വായിക്കുന്നുണ്ട്. No need to read it now. ഇപ്പോൾ അത് വായിക്കണ്ട. But in the last days, before Jesus comes, famines will increase. കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിന് മുൻപ് അന്ത്യനാളുകളിൽ ക്ഷാമം വർദ്ധിക്കും എന്ന് നാം കാണുന്നു. Here is the picture of a man who is starved. He can't even walk. He's crawling on all fours.
ഒരു വ്യക്തിയുടെ പടമാണ് ഇവിടെ കാണുന്നത്. അദ്ദേഹം പട്ടിണി കിടന്നിട്ട് നടക്കുവാൻ കഴിയാതെ ആ മുട്ടയിൽ എഴഞ്ഞു പോകുന്നതായിട്ടാണ് കാണുന്നത്. And behind him is a group of starving people. അവന്റെ പുറകിൽ ഒരു കൂട്ടം പട്ടിണി കിടന്നതായ ജനങ്ങളെ കാണാം. So many people are suffering around in the world and we may not know it. ഇങ്ങനെ അനേക ജനങ്ങൾ ലോകത്തിൽ കഷ്ടം അനുഭവിക്കുന്നുണ്ട്, നാമോ അതറിയാതെ ഇരിക്കുന്നു. This picture is not too clear, but it's a group of naked children waiting for food. They have been starving for many days. ഈ പടം വളരെ വ്യക്തമല്ല എങ്കിൽ തന്നെയും അനേക കുഞ്ഞുങ്ങൾ വസ്ത്രമില്ലാതെ അവര് ഭക്ഷണത്തിന് വേണ്ടി കൂടെ കാത്തിരിക്കുന്നതായ ഒരു പടമാണത്. So there's another picture here. വേറൊരു പടം കൂടെ ഇവിടെയുണ്ട്. Many hands are being dipped into one bowl. People are scraping that bowl just to have a little bit of food. ഒരേ പാത്രത്തിൽ നിന്ന് അല്പമെങ്കിലും ഭക്ഷണം കിട്ടുമോ എന്ന് തേടിക്കൊണ്ട് പല കൈകൾ അതിലേക്ക് പോയി അതിൽ നിന്ന് വാരിയെടുക്കുവാൻ ശ്രമിക്കുന്നു. So these are not photos, for which people are posing. These are naturally taken photos. ഇതെല്ലാം ആരെങ്കിലും ഈ പടം എടുക്കുവാൻ വേണ്ടി അങ്ങനെ നിന്നുകൊടുത്തതല്ല, എന്നാൽ അവിടെ സംഭവിച്ചതായ കാര്യങ്ങളെ ഫോട്ടോ എടുത്ത് പരസ്യം ചെയ്തതാണ്. The WHO, the World Health Organization, says 1/3 of the world today is starving. ലോകാരോഗ്യ സംഘടന പറയുന്നത് ലോകത്തിലെ 1/3 ജനവിഭാഗം ഇന്ന് പട്ടിണിയിലാണെന്നാണ്. In the country of Somalia, one of the worst famine-struck countries in the world, of all the children that are born, of all the children that are born, 80% of those children die before they reach the age of 2. സോമാലിയ എന്ന രാജ്യമാണ് ഏറ്റവും കൂടുതൽ ക്ഷാമത്താൽ ബാധിക്കപ്പെട്ടിരിക്കുന്നത്. ആ രാജ്യത്ത് ജനിക്കുന്ന കുട്ടികളിൽ 80% 2 വർഷത്തിലധികം ജീവിച്ചിരിക്കുന്നില്ല. So much of death taking place. അങ്ങനെ മരണം സംഭവിക്കുന്നു. Now, although there is famine in many parts of the world, പല സ്ഥലങ്ങളിലും ജീവിത നിലവാരം വ്യത്യസ്തമാണെങ്കിലും, it is not that the earth is not able to give enough food for them. ഈ ഭൂമിക്ക് ജനത്തിന് ആവശ്യമായ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്നില്ല. It is not like that. അങ്ങനെയല്ല. The world is able, this earth is able to provide food for them. ഭൂമിയിൽ ജനത്തിനെല്ലാം ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുവാൻ സാധ്യതയുണ്ട്. But the balance of transferring food to different places is not in proper balance, and therefore food is not reaching people properly. എന്നാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അത് എത്തിക്കുന്നതിലുള്ളതായ കാര്യക്ഷമതയില്ലായ്മ കാരണം പലരും പട്ടിണിയിലാകുന്നു. If you go to Western countries, പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പോയാൽ, if you go and order for food, അവിടെ ഭക്ഷണം ആവശ്യപ്പെട്ടാൽ you pay for food and you eat the food that one man cannot eat. ഭക്ഷണത്തിന് പൈസ കൊടുത്താൽ ഒരു വ്യക്തിക്ക് കഴിച്ചു തീർക്കുവാൻ കഴിയാത്ത അത്രമാത്രം ഭക്ഷണം നൽകും. So every individual eat only half the amount of food and half is wasted and thrown into the dustbin, while people in some other part of the world are dying without food. അവർക്ക് ലഭിക്കുന്ന ഭക്ഷണത്തിന്റെ പകുതി മാത്രമേ കഴിക്കുവാൻ കഴിയുന്നുള്ളൂ, ബാക്കിയുള്ളതെല്ലാം അവര് കുപ്പയിൽ കളയുകയാണ്. ആ ഭക്ഷണം ഒരുപക്ഷെ അവര് അത് മറ്റുള്ളവർക്ക് കൊടുത്തിരുന്നെങ്കിൽ അവിടത്തെ പട്ടിണി ഒഴിവാകുമായിരുന്നു. Money that is sent to starving countries which are struck with famine is not reaching the poor people, it's not reaching the starving, it's going into the pockets of selfish politicians. പട്ടിണി കിടക്കുന്നതായ രാജ്യങ്ങളിലുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടി അയച്ചു കൊടുക്കുന്നതായ പണം ആ പാവപ്പെട്ടവരുടെ കയ്യിൽ ലഭിക്കാതെ അവിടെയുള്ളതായ രാഷ്ട്രീയ പാർട്ടികൾ, രാഷ്ട്രീയ നേതാക്കന്മാരുടെ പോക്കറ്റുകളിൽ പോകുകയാണ്. Money that could be spent on feeding the poor and the starving is being spent on increasing weapons in the land. ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടി വിനിയോഗിക്കേണ്ടതായ പണം ഇന്ന് ആയുധങ്ങൾ ശേഖരിക്കുവാൻ വേണ്ടിയാണ് ഉപയോഗിക്കപ്പെടുന്നത്. They say that the money spent on one missile, to make one missile, can feed a school full of children for 5 years. ഇപ്രകാരം ഒരു കണക്കുണ്ട്. ഒരു മിസൈൽ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്നതായ അല്ലെങ്കിൽ ആവശ്യമുള്ളതായ പണം വിനിയോഗിച്ചാൽ അത് ഒരു വലിയ സ്കൂൾ മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ആളുകൾക്ക് 5 വർഷത്തേക്ക് ഭക്ഷണം കൊടുക്കുവാൻ മതിയായതാകുന്നു. So there is a lot of injustice, a lot of carelessness, a lot of selfishness that is the actual cause of all these poor people, starving people dying.
ഇന്ന് പട്ടിണി മൂലം ജനം മരിക്കുന്നതിന് പല കാരണങ്ങളാണുള്ളത്. അതിൽ പലപ്പോഴും സ്വാർത്ഥപരമായ പെരുമാറ്റമാണ് കാണപ്പെടുന്നത്. But the Bible says that very soon someone's going to come and he's going to solve all these problems. വിശുദ്ധ വേദപുസ്തകം പറയുന്നത് ഈ പ്രശ്നങ്ങൾക്കെല്ലാം എത്രയും പെട്ടെന്ന് ഒരു വ്യക്തി വന്ന് പരിഹാരമുണ്ടാക്കുമെന്നാണ്. There's going to be no more famine. പിന്നെ ക്ഷാമമില്ല. There's not going to be no more injustice. യാതൊരു അനീതിയുമില്ല. There's going to be no more war. യാതൊരു വിധമായിരിക്കുന്ന യുദ്ധങ്ങളും ഉണ്ടാകുകയില്ല. I'm going to give peace to the whole world. ലോകം മുഴുവനും സമാധാനപൂർണ്ണമായിരിക്കും. His name is the Antichrist. ആ ആളിന്റെ പേരാണ് അന്തിക്രിസ്തു, എതിർ ക്രിസ്തു. So he is going to promise many things that are actually not going to happen. അസംഭവ്യമായ പല കാര്യങ്ങളും വാഗ്ദത്തം ചെയ്തുകൊണ്ടാണ് ആ വ്യക്തി എഴുന്നേൽക്കുക. Read 1 Thessalonians chapter 5 and verse 3. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം ദയവായി വായിക്കാം. For when they shall say peace and safety, then sudden destruction cometh upon them as travail upon a woman with child, and they shall not escape. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്നു ഭവിക്കും. അവർക്ക് തെറ്റിയൊഴിയാവതുമല്ല. So when the Antichrist first comes, there will be an outward show of peace and safety. എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത ഉണ്ടാകുമ്പോൾ ബാഹ്യമായ ഒരു സമാധാനവും ബാഹ്യമായ ഒരു ഐശ്വര്യത്തിന്റെയും ലക്ഷണങ്ങൾ കാണാം. So everybody will be very excited with his solutions because there was so much of war, so much of famine, so much of divisions. But look at what this one man did. He has made us all one. Yeah, he is God. ഈ വ്യക്തി വരുന്നതിന് മുൻപായിട്ട് എല്ലായിടത്തും ക്ഷാമം, എല്ലായിടത്തും യുദ്ധങ്ങൾ, എല്ലായിടത്തും അസമത്വങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴിതാ ഈ എതിർ ക്രിസ്തു വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ ഒരു വ്യക്തി മൂലമായിട്ട് സമാധാനമുണ്ടായിരിക്കുന്നു, സമൃദ്ധി ഉണ്ടായിരിക്കുന്നു, യുദ്ധങ്ങൾ ഇല്ലാതെയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥ കാണാം. Therefore they will say he is God. അതുകൊണ്ട് അവൻ ദൈവമാണെന്ന് ജനങ്ങൾ പറയുവാൻ തുടങ്ങും. But the truth is, just behind him there is a lot of terrible war and famine and death. എന്നാൽ സത്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ പിന്നിൽ വലിയ യുദ്ധങ്ങളും മഹാക്ഷാമങ്ങളും പല വിധത്തിലുള്ളതായ അസമാധാനങ്ങളും ക്രൂരതകളുമാണ് ഒളിഞ്ഞിരിക്കുന്നത്. The last book of the Bible introduces him as coming on a white horse. വേദപുസ്തകത്തിലെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ ഈ എതിർ ക്രിസ്തു വരുന്നത് ഒരു വെള്ളക്കുതിരമേൽ പുറപ്പെട്ടു വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. So when he comes into power, he will come as a peacemaker. അവൻ വരുമ്പോൾ അവനൊരു സമാധാനകാംക്ഷിയായി സമാധാനമുണ്ടാക്കുന്നവനായിട്ടാണ് വരിക. The Bible says he has a bow, but there's no arrow there. അവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട് എന്ന് പറയുന്നു, എങ്കിലും ഒരു അമ്പ് കാണുവാനില്ല. That means he will be a peacemaker. He won't shoot anyone. He said, let's be at peace. അവൻ സമാധാനമാണ് പറയുന്നത്, അവന് ആ അമ്പ് എയ്യുന്നില്ല. But inside his heart war is there. എന്നാൽ അവന്റെ ഹൃദയാന്തർഭാഗത്ത് യുദ്ധം ഒളിഞ്ഞിരിക്കുന്നു. Just behind him there is a red horse which people will not see in the beginning. On it is a man with a sword in his hand. അവന്റെ പുറകിൽ കൂടെ വേറൊരു വ്യക്തി വരുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റൊന്ന് വരുന്നത് ചുവന്ന കുതിരപ്പുറത്ത് വരുന്നു, അവന്റെ കയ്യിൽ വാളുണ്ട്. So for a few days there will be peace, but after that war will start again. ചില നാളുകളിൽ സമാധാനമുണ്ടായിരിക്കും, അതിനുശേഷം യുദ്ധം പൊട്ടിപ്പുറപ്പെടും. Behind the red horse there's a man on a black horse. ആ ചുവന്ന കുതിരയ്ക്ക് പുറകിൽ ഒരു കറുത്ത കുതിര ഇതാ വരുന്നു. On that is a man with balances in his hand. അവന്റെ കയ്യിൽ ഒരു ത്രാസുണ്ട്. What does that mean? എന്താണ് അതിന്റെ അർത്ഥം? Famine will begin once again. വീണ്ടും ക്ഷാമം തുടങ്ങുന്നു. Food is going to be rationed to people. ഭക്ഷണമിതാ ജനങ്ങൾക്ക് റേഷനായി കൊടുക്കുവാൻ തുടങ്ങുന്നു. You may have money, but the Antichrist is going to do justice. He is going to ration food to everyone. നിങ്ങളുടെ കയ്യിൽ പണമുണ്ടായിരിക്കാം, എങ്കിലും അന്തിക്രിസ്തു ഇതാ എല്ലാവർക്കും നീതി ചെയ്യുവാനായിട്ട് ഭക്ഷണം വീതിച്ചു കൊടുക്കുകയാണ്, റേഷൻ പോലെ കൊടുക്കുകയാണ്. So the famine that he claims to stop will only continue in the tribulation period. ക്ഷാമം തീർന്നു എന്ന് അല്ലെങ്കിൽ ക്ഷാമം മാറ്റിയെന്ന് പറയുന്നെങ്കിൽ തന്നെയും ആ പീഡാകാലത്ത് ക്ഷാമം വർദ്ധിക്കുകയാണ് ചെയ്യുക. Behind the black horse is a grey horse. ആ കറുത്ത കുതിരയ്ക്ക് പുറകിൽ ഒരു മഞ്ഞ കുതിര വരുന്നുണ്ട്. And on it is a man whose name is death and hell. അവന്റെ ആ കുതിരപ്പുറത്തിരിക്കുന്നവന്റെ പേര് തന്നെ മരണമെന്നും പാതാളമെന്നുമാണ്. Lakhs of people are going to die in that reign of the Antichrist.
അന്ത്യക്രിസ്തുവിന്റെ ഭരണകാലത്ത് ലക്ഷോപലക്ഷങ്ങൾ മരണമടയും. So this is what is going to happen very, very soon. ഇത് എത്രയും പെട്ടെന്ന് സംഭവിക്കാൻ പോകുകയാണ്. Famines are not going to end, it's only going to get worse. ഈ ക്ഷാമങ്ങളൊന്നും ഇപ്പോൾ തീരുവാൻ പോകുന്നില്ല, അത് വഷളാകുകയേ ഉള്ളൂ. But I want to say two things. ഞാൻ രണ്ട് കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. In the church today, we are going through a time of famine. സഭയിൽ ഇന്ന് നാം ഒരു വിധത്തിലുള്ള ക്ഷാമത്തിലൂടെ പോകുകയാണ്. I will explain about this tomorrow. നാളെ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതലായി പരാമർശിക്കാം. I also want to speak about another kind of famine that's going to come very soon. പെട്ടെന്ന് സംഭവിക്കാൻ പോകുന്ന മറ്റൊരു ക്ഷാമത്തെക്കുറിച്ചും കൂടെ പറയട്ടെ. I'll turn to Amos chapter 8 and read verses 11 and 12. ആമോസിന്റെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 11ഉം 12ഉം വാക്യങ്ങൾ ദയവായി വായിക്കാം. Behold, the days come, saith the Lord God, that I will send a famine in the land, not a famine of bread, nor a thirst for water, but of hearing the words of the Lord. And they shall wander from sea to sea, and from the north even to the east. They shall run to and fro to seek the word of the Lord, and shall not find it. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്തേക്ക് അയക്കുന്ന നാളുകൾ വരുന്നുവെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അന്ന് അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും ഉഴന്നു ചെന്ന് യഹോവയുടെ വചനം അന്വേഷിച്ച് അലഞ്ഞു നടക്കും, കണ്ടുകിട്ടുകയില്ലതാനും. So these are all common verses which we may have heard many times. നാം പലപ്പോഴും കേട്ടിട്ടുള്ളതായ വാക്യങ്ങളാണിവ. Once again I tell you, when we hear common verses like this, we'll immediately switch off and we'll say, I've heard all this all the time. Let me wait for something new. വീണ്ടും ഞാൻ നിങ്ങളോട് പറയട്ടെ, നാം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന വചനങ്ങൾ വീണ്ടും കേൾക്കുന്ന സന്ദർഭത്തിൽ ഇതെല്ലാം എനിക്കറിയാവുന്നതാണ്, ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്, മറ്റെന്തെങ്കിലും പുതിയ കാര്യമുണ്ടോ എന്ന് പറഞ്ഞ് നാം നമ്മുടെ ശ്രദ്ധയെ മാറ്റിക്കളയാറുണ്ട്. Once again I say, we must wake up. വീണ്ടും ഞാൻ പറയട്ടെ, നാം ഉണരേണ്ടിയിരിക്കുന്നു. Very soon a famine is going to come for the word of God. എത്രയും പെട്ടെന്ന് ദൈവത്തിന്റെ വചനത്തിനായുള്ള ഒരു ക്ഷാമം ഉണ്ടാകുവാൻ പോകുകയാണ്. A day is coming when there's going to be no more special Bible studies at all in this world. ഈ ലോകത്തിൽ ഒരു സ്പെഷ്യൽ ബൈബിൾ സ്റ്റഡിയും ഇല്ലാത്ത ഒരു കാലം പെട്ടെന്ന് ഉണ്ടാകുവാൻ പോകുന്നു. A day is going to come, a period is going to come when we can't sit like this and listen to the word of God. ദൈവത്തിന്റെ വചനം കേൾപ്പാൻ കഴിയാതെ, ഇങ്ങനെ വന്ന് കേൾപ്പാൻ കഴിയാത്ത ഒരു സമയം ഉണ്ടാകുവാൻ പോകുന്നു. Today, children of God have no time for the meetings. ഇന്ന് ദൈവമക്കൾക്ക് യോഗങ്ങൾക്ക് വരുവാൻ സമയം ലഭിക്കുന്നില്ല. No time to pray. പ്രാർത്ഥിപ്പാൻ സമയമില്ല. No time to read and meditate on the word of God. ദൈവത്തിന്റെ വചനം വായിപ്പാനും ധ്യാനിപ്പാനും സമയം കിട്ടുന്നില്ല. This is again a subtlety of the devil. ഇത് പിശാചിന്റെ ഒരു വഞ്ചനയാണ്. When Pharaoh was ruling over the children of Israel, ഫറവോ ഇസ്രായേലിനെ ഭരിച്ച കാലത്ത് one of his plans was give them work to do. അവർക്ക് വേല കൊടുക്കുക എന്നുള്ളതായിരുന്നു അവന്റെ ഒരു വിധത്തിലുള്ളതായ പണി. Turn to Exodus chapter 5 പുറപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ and read verse 9. 9-ാം വാക്യം ദയവായി വായിക്കാം. അവരുടെ വേല അതിഭാരമായിരിക്കട്ടെ, അവർ അതിൽ കഷ്ടപ്പെടട്ടെ. Let their more work be laid upon the men, that they may labor therein. Enough. See, this is one of the subtleties of the last days. അന്ത്യകാലത്ത് നടക്കുന്നതായ ഒരു ഉപായം അല്ലെങ്കിൽ തന്ത്രം ഇതാണ്. How difficult today it is to find a job where you have holidays. നമുക്ക് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു അവധി കിട്ടുവാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. Even Sundays are working days for many people. ഞായറാഴ്ച പോലും പലർക്കും വേല ദിവസങ്ങളാണ്. You have to choose your job where you can find a holiday on Sunday, and if you get such a job, you'll have to reduce your salary. ഞായറാഴ്ച ദിവസം ഒഴിവുള്ളതായ ഒരു ജോലി തേടി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു ജോലി ലഭിച്ചാൽ ഒരുപക്ഷെ അതിന് വേതനവും കുറവായിരിക്കും. Look at children, they have to study. Even Sundays they have class. കുഞ്ഞുങ്ങളെ നോക്കുക, അവർക്ക് പഠിക്കുവാൻ ധാരാളമുണ്ട്. ഞായറാഴ്ച ദിവസങ്ങളിലും അവർക്ക് പഠന ക്ലാസുകളുണ്ട്. In this time we should not say what to do, the times are like that, and we should not become slaves to the environment. നാം ഈ സന്ദർഭങ്ങളിലൊക്കെയും എനിക്കെന്ത് ചെയ്യുവാൻ കഴിയും, സാഹചര്യം അങ്ങനെയാണ് എന്ന് പറഞ്ഞ് അതിനടിമകളായി തീരുകയല്ല വേണ്ടത്. We must realize that this is a subtlety of the devil to put us to sleep, and we should pray ourselves out of it. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മെ തന്ത്രപൂർവ്വം പിശാച് കൊടുക്കുവാനുള്ള വഴികളാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് വെളിയിൽ വരുവാൻ പ്രാർത്ഥിച്ച് വെളിയിൽ വരണം.
In Sri Lanka, there was a believer. ശ്രീലങ്കയിൽ ഒരു വിശ്വാസി ഉണ്ടായിരുന്നു. He wouldn't come for the meetings in time. സമയത്ത് യോഗത്തിന് വരുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. He'll come very late only on Sundays. ഞായറാഴ്ച മാത്രം വളരെ താമസിച്ചു വരും. So the servants of God used to advise him, you shouldn't be like this, you should come for all the meetings. കർത്താവിന്റെ വേലക്കാർ അദ്ദേഹത്തോട് പറയും, ഇങ്ങനെ താമസിക്കരുത്, സമയത്ത് യോഗത്തിന് വരണം. So his answer was, you people, you have no family, you sit in the faith home and you'll pray, you have the time for the meetings. I have a family, I have work to go to, I have a house to look after, so you can't expect me to come to the church all the time. നിങ്ങൾക്ക് കുടുംബമൊന്നുമില്ലല്ലോ, മറ്റ് ഉത്തരവാദിത്തങ്ങളൊന്നും ചെയ്യേണ്ടതായിട്ടില്ല, നിങ്ങൾക്ക് സമയത്തിനെത്താം. എന്നാൽ എനിക്കൊരു കുടുംബമുണ്ട്, എനിക്ക് പല കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്, അതുകൊണ്ട് സമയത്തിനെത്തുവാൻ എനിക്ക് സാധിക്കുകയില്ല. 2 weeks later, when the ethnic riots broke out, he came with his banyan and shorts for shelter in the faith home. His house and all his belongings were destroyed. 2 ആഴ്ചയ്ക്ക് ശേഷം അവിടെ ആ കലാപമുണ്ടായ സന്ദർഭത്തിൽ തന്റെ ഭവനം നഷ്ടപ്പെട്ടു, മറ്റുള്ളതെല്ലാം നഷ്ടപ്പെട്ടിട്ട് വെറും ഒരു ബനിയനും വേഷ്ടിയും ധരിച്ചുകൊണ്ട് ഫെയ്ത്ത് ഹോമിൽ അഭയത്തിനായി വന്നു. Now he needs the faith home. ഇപ്പോൾ അദ്ദേഹത്തിന് ഫെയ്ത്ത് ഹോം ആവശ്യമായി. Now he got the time to come to the faith home. ഇപ്പോൾ ഫെയ്ത്ത് ഹോമിൽ വരുവാൻ സമയം കണ്ടെത്തി. But I'll tell you one thing, brother and sister, that brother is a really lucky brother. ഞാൻ പറയട്ടെ, ആ സഹോദരൻ വളരെ ഭാഗ്യവാനാണ്. Because he had that grace, he found that grace to rush to the faith home before the tribulation period. പീഡാകാലത്തിന് മുൻപ് ഫെയ്ത്ത് ഹോമിലേക്ക് ഓടി വരുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു, അതിനുള്ള കൃപ ലഭിച്ചു. Many children of God who have no time for God today, no time to pray, no time to read the word of God, no time for the meetings, they are going to find time after Jesus comes. Somehow they'll get the time to rush to the faith home, to stand on their knees, to spread out their hands and to cry out saying, Lord, have mercy on me. But it will be too late. പല ദൈവമക്കൾക്കും ഇന്ന് യോഗത്തിന് വരുവാൻ സമയമില്ല. അവര് ഒരുപക്ഷെ കർത്താവിന്റെ വരവിന് ശേഷം അതിന് സമയം കണ്ടെത്തി ആ പീഡാകാലത്ത് വന്ന് ഫെയ്ത്ത് ഹോമിൽ വന്ന് കൈ ഉയർത്തി കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചേക്കാം. എങ്കിലും അത് താമസിച്ചു പോയി. After that, there's no point crying. അതിനുശേഷം പിന്നീട് നിലവിളിച്ചിട്ട് അർത്ഥമില്ല. This is the time to realize the subtlety of the devil, to set our lives right and to find time to meditate in the word of God and spend time for spiritual things. ഈ സമയമാണ് പിശാചിന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി നാം വേദപുസ്തകം വായിക്കേണ്ടതും ധ്യാനിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതുമായ സമയങ്ങൾ. A famine is coming for the word of God. ദൈവവചനത്തിന്റെ ഒരു ക്ഷാമം ഉണ്ടാകുവാൻ പോകുന്നു. When the Antichrist comes, the first thing he will do is to close all churches. സന്ധിക്രിസ്തു വരുമ്പോൾ ഒന്നാമത് ചെയ്യുവാൻ പോകുന്നത് എല്ലാ പള്ളികളും അടച്ചുപൂട്ടും. You can't read Bible anymore. പിന്നെ വേദപുസ്തകം വായിച്ചുകൂടാ. You can't pray anymore. ഇനി പ്രാർത്ഥിക്കരുത്. What are we going to do then? നാം അപ്പോൾ എന്ത് ചെയ്യും? Are we reading the word of God today? ഇന്ന് നാം ദൈവത്തിന്റെ വചനം വായിക്കുന്നുണ്ടോ? Now, here is an important question I want to ask you at this time. ഞാൻ ഇന്ന് നിങ്ങളോട് ഒരു പ്രധാന ചോദ്യം ചോദിക്കട്ടെ. Many of us may read the Bible in the morning. Many of us may be reading the Bible in the morning. രാവിലെ നാം അനേകരും വേദപുസ്തകം വായിക്കാറുണ്ട്. But is God speaking to us every morning? ഓരോ ദിവസവും രാവിലെ ദൈവം നമ്മോട് സംസാരിക്കാറുണ്ടോ? Read Isaiah chapter 50 verse 5. യെശയ്യാ പ്രവചനം 50-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിക്കാം. യഹോവയായ കർത്താവിന്റെ ചെവി തുറന്നു, ഞാനോ മറുത്തു നിന്നില്ല, പിന്തിരിഞ്ഞതുമില്ല. The Lord God hath opened mine ear, and I was not rebellious. That's 4, isn't it? Verse 5? 4-ാം വാക്യത്തിന്റെ അവസാനം. Sorry, verse 4. The Lord God hath given me the tongue of the learned, that I should know how to speak a word in season to him that is weary. He waketh morning by morning, he waketh mine ear to hear as the learned. Isaiah 50 verse 4. യെശയ്യാ പ്രവചനം 50-ന്റെ 4-ാം വാക്യം. അവൻ രാവിലെ തോട് ഉണർത്തുന്നു, ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എന്റെ ചെവി ഉണർത്തുന്നു. See what's written here. എന്താണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? He is waking us in the morning to hear. നാം കേൾക്കേണ്ടതിനായി നമ്മെ ഉണർത്തുന്നു. In Malayalam and in English it says, he not only wakes us, he wakes our ears. അവൻ നമ്മെ ഉണർത്തുക മാത്രമല്ല നമ്മുടെ ചെവിയെ ഉണർത്തുന്നുവെന്നാണ് മലയാളത്തിലും ഇംഗ്ലീഷിലും പറഞ്ഞിരിക്കുന്നത്. So every morning we are supposed to hear God's voice. ഓരോ ദിവസവും രാവിലെ ദൈവത്തിന്റെ ശബ്ദം നാം കേൾക്കണം. So every morning as we read the word of God, we should be fed with some verse speaking to us personally. നമ്മോട് വ്യക്തിപരമായി ദൈവം സംസാരിക്കുന്നതായ ചില കാര്യങ്ങൾ നാം ദൈവവചനം വായിക്കുമ്പോൾ ദിവസവും ഉണ്ടാകണം.
So every morning before we read the word of God, we should say, Jesus, please speak to me through your word this morning. ഓരോ ദിവസവും രാവിലെ ദൈവവചനം വായിക്കുന്നതിന് മുൻപായിട്ട് കർത്താവേ യേശുവേ എന്നോട് ഇന്ന് സംസാരിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കണം. Why morning? എന്തുകൊണ്ടാണ് രാവിലെ? Why not evening? അത് വൈകിട്ടായിക്കൂടെ? Morning is the time when our minds are fresh, void of all the filth of this world. ഈ ലോകത്തിന്റേതായ മാലിന്യങ്ങളോ മറ്റുള്ള ബദ്ധപ്പാടുകളോ ഒന്നും ഇല്ലാതെ നമ്മുടെ മനസ്സ് ഉണർന്നിരിക്കുന്നതായ ഒരു സമയമാണ് രാവിലെ സമയം. So if God can manage to feed our minds with his word first thing in the day, that word will stand as soldiers to defend us against other thoughts that could corrupt our minds later in the day. അതുകൊണ്ട് അതിരാവിലെ ദൈവം നമ്മോട് സംസാരിക്കുന്ന ആ വചനം നമ്മുടെ ഉള്ളിൽ, നമ്മുടെ മനസ്സിൽ ഒരു യോദ്ധാവിനെ പോലെ ഇരുന്ന് മറ്റുള്ളതായ എല്ലാവിധത്തിലുള്ളതായ അന്യകാര്യങ്ങളിൽ നിന്ന് നമ്മെ വിടുവിച്ചുകൊള്ളും. Are we hearing that voice of God every day? നാം ദൈവത്തിന്റെ ശബ്ദം ഓരോ നാളും കേൾക്കുന്നുവോ? This is one reason why we are struggling in life. നമ്മുടെ ജീവിതത്തിൽ നാം പാടുപെടുന്നതിന്റെ ഒരു കാരണം ഇതാണ്. Just as getting filled in the Spirit is important, just as prayer is important, hearing God's voice through his word every morning is equally important. പ്രാർത്ഥിക്കുന്നതും ആത്മാവിൽ നിറയുന്നതും എത്രമാത്രം പ്രാധാന്യമർഹിക്കുന്നുവോ അതുപോലെ പ്രാധാന്യമർഹിക്കുന്നുവെന്നത്രേ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുക എന്നുള്ളത്. So we should not be satisfied with reading the Bible in the morning. We should hear his voice, otherwise we will be starving that day. നാം ദൈവത്തിന്റെ വചനം വായിക്കുന്നതിൽ മാത്രം സംതൃപ്തരായിരുന്നുകൂടാ, ദൈവ ശബ്ദം കേൾക്കുവാൻ കൂടെ നാം വാഞ്ചിച്ച് അതിൽ നാം സംതൃപ്തി അടയണം. Otherwise we'll be starving that day. അല്ലെങ്കിൽ നാം അന്ന് പട്ടിണിയിലാകും. You know, the people in Ethiopia and Somalia who are starving with famine, they are hungry but they can't eat. എത്യോപ്യ, സോമാലിയ എന്നീ ദേശങ്ങളിലുള്ളതായ അവിടുത്തെ ക്ഷാമനിമിത്തം ജനങ്ങളെല്ലാം വിശപ്പ് കൊണ്ട് വലയുകയാണ്, അവർക്ക് ഭക്ഷിപ്പാനൊന്നുമില്ല. What can you do to feed a man who is not hungry and who still can't eat? വിശപ്പില്ലാത്ത ഒരാളിന് എങ്ങനെ നമുക്ക് ഭക്ഷണം കൊടുക്കുവാൻ കഴിയും? എങ്ങനെ ആ ആളിനെ ഭക്ഷിക്കുവാൻ പ്രേരിപ്പിക്കുവാൻ കഴിയും? He has no food to eat but he is not hungry. What can you do to feed him? He will die. ഭക്ഷണമില്ലാത്തയാളാണ്, എങ്കിൽ വിശപ്പുമില്ല. അങ്ങനെയാണെങ്കിൽ ഭക്ഷണം കൊടുത്താൽ കഴിക്കാൻ സാധിക്കില്ല, ആൾ മരിച്ചു പോകും. Brothers and sisters, how hungry are we for the word of God today? പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ ഇന്ന് ദൈവവചനത്തിനായി എത്രമാത്രം വിശപ്പുള്ളവരാകുന്നു? The psalmist says, I greatly delight in the word of God. സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ നിന്റെ വചനത്തിൽ I delight, I love the word of God. ഞാൻ നിന്റെ വചനത്തെ സ്നേഹിക്കുന്നു. Read Luke chapter 5 verse 1. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 5-ാം വാക്യം. Luke 5:1. ലൂക്കോസ് 5:1. അവൻ ഗനദേസ് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കയിൽ 2 പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. And it came to pass that as the people pressed upon him to hear the word of God, he stood by the lake of Gennesaret. See, here one group of people are pressing not for miracles, not for them to be healed, not for them to have bread, but they wanted to hear God's word. ഇവിടെ പുരുഷാരം അവനെ തിക്കിത്തിരക്കുന്നത് ഭക്ഷണത്തിനായിട്ടല്ല, സൗഖ്യത്തിന് വേണ്ടിയല്ല, ദൈവത്തിന്റെ വചനം ശ്രവിക്കേണ്ടതിന്. So there were a group of hungry people, hungry for the word of God. ദൈവവചനത്തിനായി വിശപ്പോടെ ഇരുന്നതായ ഒരു കൂട്ടം ജനത്തെ ഇവിടെ കാണാം. How hungry are we today for God's word? ഇന്ന് ദൈവവചനത്തിനായി നാം എത്രമാത്രം വിശപ്പുള്ളവരായിരിക്കുന്നു? We read his word, but do we love his word? നാം ദൈവത്തിന്റെ വചനം വായിക്കുന്നുണ്ട്, ദൈവവചനത്തെ സ്നേഹിക്കുന്നുണ്ട്. A famine is coming, a time is coming, we will not hear these words anymore. നാം ഒരു വലിയ ക്ഷാമം ഉണ്ടാകുവാൻ പോകുന്നു, ഈ വചനങ്ങൾ ഇനിമേൽ കേൾക്കുവാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടാകും. Blessed is the man who meditates in the word of God day and night. യഹോവയുടെ വചനത്തെ രാപ്പകൽ, ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. There are 2 parts in our memory. നമ്മുടെ ഓർമ്മയിൽ 2 വിഭാഗങ്ങളുണ്ട്. One is a storage area where all our millions of thoughts are stored. നമ്മുടെ ഓർമ്മകൾ പല വിധത്തിലുള്ള ചിന്തകളെല്ലാം ശേഖരിച്ചു വെക്കുന്നതായ ഒരു ഭാഗം. So but when necessary, those thoughts from the storage area are brought to the front of our minds. It's called remembering or remembrance. ആവശ്യമുള്ളപ്പോൾ
അതെല്ലാം എടുത്ത് നമ്മുടെ തലച്ചോറിന്റെ മുൻഭാഗത്തേക്ക് കൊണ്ടുവരുന്നു. അതിനെയാണ് നാം ഓർമ്മ എന്ന് പറയുന്നത്. Supposing I ask you, what were you doing at 6 o'clock this morning? ഇന്ന് രാവിലെ 6 മണിക്ക് നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ, Now you'll recollect. You will say, I was sleeping, or I was getting ready to go out, I was speaking over the phone, or you were reading the Bible or praying. Some answer you will give. ഉടനെ നിങ്ങൾ ഓർക്കുവാൻ തുടങ്ങും, ഞാൻ ഉറങ്ങുകയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഓഫീസിൽ പോകുവാൻ റെഡിയാകുകയായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ആഹാരം കഴിക്കുകയായിരുന്നു, ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കും. But till I asked you that question, that thought was there in the back area, in the storage area of your memory. But when I asked you that question, it came from the back and was brought to remembrance, to your front. ഞാനത് ചോദിക്കുന്നത് വരെ ഈ കാര്യം നിങ്ങളുടെ തലച്ചോറിന്റെ ഒരു ഭാഗത്ത് ശേഖരിച്ചു വെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ വിവരം എടുത്തുകൊണ്ട് വന്നത്. അതിനെയാണ് ഓർമ്മ എന്ന് പറയുന്നത്. It came to the front of your mind. അത് മനസ്സിന്റെ മുൻഭാഗത്തേക്ക് വന്നു. Now what does the Bible say about the word of God? ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം എന്ത് പറയുന്നു? Turn to Deuteronomy chapter 6. ആവർത്തന പുസ്തകം 6-ാം അധ്യായം and read verse 8. 8-ാം വാക്യം വായിക്കാം. Verse 7 and 8. 7-ഉം 8-ഉം വാക്യങ്ങൾ. Deuteronomy 6, 7 and 8. And thou shalt teach them diligently unto thy children, and shalt talk of them when thou sittest in thine house, and when thou walkest by the way, and when thou liest down, and when thou risest up, and thou shalt bind them for a sign upon thine hand, and they shall be as frontlets between thine eyes. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടേണം. അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കണം. So look at how the word of God has to be in constant operation in the mind. ദൈവവചനം എങ്ങനെ നമ്മുടെ മനസ്സിൽ തുടർച്ചയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കണമെന്നുള്ളത് ഇവിടെ പറയുന്നു. Teach it to your children. അത് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. When you're sitting in the house, speak the word of God. നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ ദൈവവചനം സംസാരിക്കണം. When you're walking on the road, speak the word of God. നിങ്ങൾ റോഡിൽ കൂടെ നടക്കുമ്പോൾ നിങ്ങൾ ദൈവവചനം സംസാരിക്കണം. Before you go to sleep, speak the word of God. ഉറക്കത്തിന് മുൻപ് ദൈവത്തിന്റെ വചനം സംസാരിക്കണം. When you get up early in the morning, speak the word of God. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ദൈവവചനമായിരിക്കണം സംസാരിക്കേണ്ടത്. And then it says, let these words be in front of your eyes. It means don't forget those words and let them be in the storage area of your mind. Let them be always in your remembrance, in the front portion of your mind. അത് നിങ്ങളുടെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായി കെട്ടണം. അതിന്റെ അർത്ഥം അതൊരിക്കലും ഏതോ ശേഖരിച്ചു വെക്കുന്നതായ ആ അവസ്ഥയിൽ നിങ്ങളുടെ മനസ്സിന്റെ പിൻഭാഗത്തായിരിക്കരുത്. എപ്പോഴും മനസ്സിന്റെ മുൻപിൽ ഉണർവോടെ അതിരിക്കണമെന്നർത്ഥം. That is called eternal life. അതത്രേ നിത്യജീവൻ എന്ന് വിളിക്കപ്പെടുന്നത്. That is called meditating day and night in the word of God. അതത്രേ ദൈവത്തിന്റെ വചനത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന അനുഭവം. But sadly, what's happening to us now? എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ, ഇന്ന് നമുക്ക് എന്താണ് ഭവിച്ചിരിക്കുന്നത്? These 1.5 hours now, while the study is going on, we are connected with the word of God. Once the meeting is over, we have zipped the Bible, we have zipped our minds, and it's gone into the storage area. ഈ ബൈബിൾ സ്റ്റഡി നടക്കുന്നതായ ഈ 1.5 മണിക്കൂർ സമയത്തേക്ക് നാം ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് വളരെ ഉത്സാഹമുള്ളവരായിരിക്കുന്നു. എന്നാൽ അതിനുശേഷം നാം നമ്മുടെ വേദപുസ്തകങ്ങളെ അടച്ചിട്ട് നമ്മുടെ മനസ്സും അടച്ച് പോകുകയാണ്. And then when there's another Bible study someday, or maybe tomorrow morning when we're reading the Bible, we are connected with the word of God then. പിന്നീട് വേറൊരു ബൈബിൾ സ്റ്റഡി വരുമ്പോഴോ അഥവാ നാളെ രാവിലെ വേദപുസ്തകം തുറന്ന് വായിക്കുമ്പോഴോ വീണ്ടും ദൈവവചനത്തിലേക്ക് വരുന്നു. But that's not how we should be. അങ്ങനെ നാം ആയിരിക്കരുത്. Day and night, day in and day out, all our conversation, all our desire, all our thoughts should be on the word of God. നമ്മുടെ രാവും പകലും ഓരോ ദിവസവും എല്ലാ സമയങ്ങളിലും ദൈവത്തിന്റെ വചനം നമ്മുടെ ആഗ്രഹമായിരിക്കണം. ദൈവത്തിന്റെ വചനത്തെ നാം ധ്യാനിക്കുന്നവരായിരിക്കണം. Because in these words are eternal life. ഈ വചനങ്ങളിൽ നിത്യജീവനുണ്ട്. And what is that eternal life? എന്താണ് നിത്യജീവൻ? It's not something that Jesus gives us. യേശു നമുക്ക് തരുന്ന എന്തോ ഒന്നല്ല അത്. Jesus is eternal life. യേശു തന്നെ നിത്യജീവനാകുന്നു. He didn't say I will give you life. He said I am the way, I am the truth, I am the life. ഞാൻ നിങ്ങൾക്ക് നിത്യജീവൻ തരുന്നു എന്നല്ല പറഞ്ഞത്, ഞാൻ തന്നെ ജീവനും സത്യവും വഴിയുമാകുന്നു എന്നാണ്. He didn't say I have come to give you life and resurrection. He said I am the resurrection and the life. ഞാൻ നിങ്ങൾക്ക് പുനരുത്ഥാനം തരുവാൻ വന്നിരിക്കുന്നു എന്നല്ല പറഞ്ഞത്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്നാണ് പറഞ്ഞത്. He didn't say I will give you the bread of life. He said I am the bread of life. ഞാൻ നിങ്ങൾക്ക്
ജീവന്റെ അപ്പം തരുമെന്നല്ല പറഞ്ഞത്, ഞാൻ തന്നെ ജീവന്റെ അപ്പമാകുന്നു എന്ന് യേശു പറഞ്ഞു. So meditating on the word of God and hearing the voice of God every morning is so important. It's our life. ദൈവത്തിന്റെ വചനത്തെ എപ്പോഴും ധ്യാനിക്കുന്നത്, അത് നമ്മൾ ഓർത്തിരിക്കുന്നത് നമ്മുടെ ജീവൻ തന്നെയാകുന്നു. The sad state of affairs is many of us are starving in our soul. We haven't fed our souls with God's word for many days, but still our soul is dying and not hungry. ദൈവത്തിന്റെ നമ്മൾ പലരുടെയും അവസ്ഥ ദുഃഖകരമെന്ന് പറയട്ടെ. നമ്മുടെ ആത്മാവ് ദൈവത്തിന്റെ വചനത്തെ അധികം ധ്യാനിക്കാതിരിക്കുന്നത് കൊണ്ട് അത് പട്ടിണിയിലായിരിക്കുന്നു, അത് മരണത്തിലേക്ക് പോകുന്നു. It's dying and yet not hungry. അത് മരിക്കുന്നുവെങ്കിൽ തന്നെയും അതിനായി ദൈവത്തിന്റെ വചനത്തിനായിട്ട് വിശപ്പില്ല. That is a very dangerous condition. ഇത് വളരെ അപകടകരമായ ഒരവസ്ഥയാണ്. Our soul should develop a hunger for the word of God. ദൈവത്തിന്റെ വചനത്തിനായി ഒരു വിശപ്പ് നമ്മിൽ ഉണ്ടാകണം. A period is coming when we are not going to hear the voice of God anymore. ദൈവത്തിന്റെ വചനം ശ്രവിപ്പാൻ കഴിയാത്തതായ ഒരു അവസ്ഥയിലേക്ക്, ഒരു സമയത്തേക്ക് നാം എത്തിച്ചേരുവാൻ പോകുന്നു. You can lock up your house and open the Bible and read page after page, but God will not speak to you in the tribulation period. നിങ്ങൾ നിങ്ങളുടെ മുറികൾ അടച്ചിട്ടിട്ട് വേദപുസ്തകം എടുത്ത് ഓരോ പേജുകളും വായിച്ചേക്കാം, എങ്കിലും ദൈവം നിങ്ങളോടപ്പോൾ സംസാരിക്കുകയില്ല. To survive in the tribulation period, to die, to have the strength to die as a martyr, you should have already gained strength before the tribulation period to die as a martyr in the tribulation period. പീഡാകാലത്ത് ഒരു രക്തസാക്ഷിയായി മരിക്കണമെങ്കിൽ ആ പീഡാകാലത്തിന് മുൻപ് തന്നെ അതിനാവശ്യമായ ശക്തി ദൈവത്തിന്റെ വചനത്തിലൂടെ നാം സംഭരിക്കേണ്ടിയിരിക്കുന്നു. So to die as a martyr itself, if you need strength from the word of God now, imagine how much strength we need to go at the coming of the Lord. അങ്ങനെ ഒരു രക്തസാക്ഷിയായി പീഡാകാലത്ത് മരിക്കുവാൻ ഇത്രമാത്രം ശക്തി ആവശ്യമുണ്ടെങ്കിൽ കർത്താവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുവാൻ എത്രയധികം ശക്തി സംഭരിക്കേണ്ടിയിരിക്കുന്നു. Somehow we should start hearing God's voice every day. ദൈവത്തിന്റെ ശബ്ദം നാൾതോറും കേൾക്കുവാനായി നാം നമ്മെ തന്നെ ഒരുക്കണം. Maybe we are reading too much of other trash like newspapers and magazines and other unnecessary material that is kind of, muffling the word of God. We are not able to hear God's voice clearly. നാം ദൈവത്തിന്റെ വചനം നമുക്ക് കേൾപ്പാൻ കഴിയാതെ വണ്ണം നമ്മുടെ കാതുകളെ അടച്ചുകളയത്തക്ക വിധത്തിൽ അനേക മറ്റുള്ളതായ സാഹിത്യങ്ങൾ നാം വായിക്കാറുണ്ട്. I don't say don't read the newspaper. ന്യൂസ് പേപ്പർ വായിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. I had the habit of reading the newspaper from corner to corner. ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ ന്യൂസ് പേപ്പർ വായിക്കുന്നതായ സ്വഭാവക്കാരനായിരുന്നു ഞാൻ. And there's so much to read. Now if I sit and read the Bible, that will take a lot of time. So what I was to do, simple. I have to finish reading the Bible and then read the newspaper. So I'll read Psalm 117, just 2 verses, and then I'll read the newspaper. വേദപുസ്തകം വായിപ്പാൻ തുടങ്ങിയാൽ ന്യൂസ് പേപ്പർ വായിച്ചു തീരുകയില്ല. അതുകൊണ്ട് ഞാൻ 102-ാം സങ്കീർത്തനത്തിലെ 2 വാക്യം വായിച്ചിട്ട് 117 സങ്കീർത്തനത്തിലെ 2 വാക്യങ്ങൾ വായിച്ചിട്ട്, വളരെ ചെറിയ സങ്കീർത്തനമാണല്ലോ, ന്യൂസ് പേപ്പർ വായിപ്പാൻ തുടങ്ങും. So my conscience will say, I've read the Bible, now I can read the newspaper. എന്റെ മനസ്സാക്ഷി എന്നോട് പറയും, നീ വേദപുസ്തകം വായിച്ചു കഴിഞ്ഞു, ഇനിയും ന്യൂസ് പേപ്പർ വായിക്കാം. So I was deceiving myself. ഇങ്ങനെ ഞാൻ എന്നെ തന്നെ വഞ്ചിക്കുകയായിരുന്നു. That's not the way to eternal life. അത് നിത്യജീവങ്കിലേക്കുള്ള വഴിയല്ല. We have to set right our lifestyles. നമ്മുടെ ജീവിത ക്രമം നാം ശരിയാക്കണം. Sometimes when we talk too much to human beings also, that will also restrict the voice of God from being heard. പലപ്പോഴും നാം മനുഷ്യരോട് കൂടുതൽ സംസാരത്തിൽ ഏർപ്പെടുന്നത് കൊണ്ടും ദൈവത്തിന്റെ വചനം ശ്രവിപ്പാൻ നമുക്ക് കഴിയാതെ പോകുന്നു. Let's make a decision today. ഇന്ന് നമുക്കൊരു തീരുമാനത്തിലെത്താം. My desire is that we should not just be listening to something as though we are listening to some philosophy and walk away. ഏതെങ്കിലും തത്വശാസ്ത്രം കേൾക്കുന്നത് പോലെ എന്തെങ്കിലും കേട്ടിട്ട് ഇവിടെ നിന്ന് പോകുക എന്നുള്ളതല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. Today let us express our desire to God. Lord, we want to hear your voice. ദൈവമേ, നിന്റെ ശബ്ദം കേൾപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു, വാഞ്ചിക്കുന്നു എന്നുള്ളതായ നമ്മുടെ ആ ആഗ്രഹം ദൈവത്തോട് നമുക്ക് പറയാം. Shall we all close our eyes for a minute? ഒരു നിമിഷത്തേക്ക് നമ്മുടെ കണ്ണുകൾ വീണ്ടും അടയ്ക്കാം. Our Jesus is a Jesus who speaks. നമ്മുടെ യേശു നമ്മോട് സംസാരിക്കുന്നവനാണ്. He is not just a statue. അവനൊരു പ്രതിമയല്ല. He is a God who speaks. അവൻ നമ്മോട് സംസാരിക്കുന്ന ദൈവമാണ്. He is not only going to speak when we beg him, he loves to speak. നമ്മ അവനോട് ചോദിക്കുമ്പോൾ മാത്രം സംസാരിക്കുന്ന ഒരു ദൈവമല്ല, എന്നാൽ അവൻ നമ്മെ സ്നേഹത്തോടെ നമ്മോട് സംസാരിപ്പാനായി അവൻ പ്രിയപ്പെടുന്നു. But unfortunately our ears are dead ears. എന്നാൽ നമ്മുടെ കാതുകൾ അടഞ്ഞിരിക്കുകയാണ്. But how many want God to wake up their ears? നമ്മുടെ കാതുകളെ ഉണർത്തുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? Lord, I want to hear your voice every morning.
കർത്താവേ, നിന്റെ ശബ്ദം കേൾപ്പാൻ ഞാൻ നാൾതോറും രാവിലെ തോറും ആഗ്രഹിക്കുന്നു. Those who want to express their desire to hear God's voice every day, let them lift up their right hands. ദൈവത്തിന്റെ വചനം അതിരാവിലെ കേൾപ്പാനായി വാഞ്ചിക്കുന്നവരെല്ലാം തങ്ങളുടെ വലതുകരം ഉയർത്തിപ്പിടിച്ചാട്ടെ. From tomorrow, Jesus should speak to us. നാളെ മുതൽ യേശു എന്നോട് സംസാരിക്കണം. Every morning, first thing in the morning, Jesus should speak to us. ഓരോ നാളും അതിരാവിലെ യേശു എന്നോട് സംസാരിക്കണം. Let heaven see our risen hands. നമ്മുടെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കരം സ്വർഗം കാണട്ടെ. I don't know if you believe this or not, but the truth is, heaven is now registering the names of every child of God who has lifted up their hands now. ഈ സത്യം നിങ്ങൾ അറിയുന്നോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ഒരു കാര്യം സത്യമാണ്, സ്വർഗം ഇപ്പോൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കൈകളെയെല്ലാം കണ്ടുകൊണ്ട് അത് സ്വർഗത്തിൽ രേഖപ്പെടുത്തുകയാണ്. God is going to answer through His word. ദൈവം തന്റെ വചനത്തിലൂടെ നമ്മോട് ഉത്തരം പറയുവാൻ പോകുകയാണ്. God is going to wake us up every morning. ഓരോ ദിവസവും രാവിലെ ദൈവം നമ്മെ ഉണർത്തുവാൻ പോകുന്നു. Oh, we have a speaking Jesus. നമ്മോട് സംസാരിക്കുന്ന ഒരു യേശു അത്രേ നമുക്കുള്ളത്. His words are eternal life. അവന്റെ വചനങ്ങൾ നിത്യജീവനാകുന്നു. He himself is in His words. അവൻ തന്നെ അവന്റെ വചനത്തിൽ അടങ്ങിയിരിക്കുന്നു. Oh, let us praise our loving God. നമ്മുടെ ആ സ്നേഹനിധിയായ യേശുവിനെ നമുക്ക് സ്തുതിക്കാം. Let us lift up our voice and offer thanksgiving to our Jesus. നമ്മുടെ യേശുവിന് നമ്മുടെ ശബ്ദമുയർത്തി സ്തോത്രങ്ങൾ അർപ്പിക്കാം. Praise you, Lord. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Thank you, Lord. Thank you, Lord. Thank you, Lord. We praise you. We praise you. We praise you. We praise you. Thank you, Lord. Praise the Lord. Praise the Lord. Praise Praise the Lord. Praise the Lord. When Jesus speaks, യേശു സംസാരിക്കുമ്പോൾ sin will try to strive against us, നമുക്ക് വിരോധമായി പാപം പ്രവർത്തിക്കും. but it will not win. എന്നാൽ അത് ജയിക്കയില്ല. Because every word of God, like a soldier, will stand in our mind to fight against the devil. പിശാചിനോട് എതിർത്ത് നിൽപ്പാൻ തക്കവണ്ണം ഒരു യോദ്ധാവിനെ പോലെ ദൈവത്തിന്റെ വചനം നമ്മിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. So great is the power of His word. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി അത്രമാത്രം വലുതാണ്. Now I want to show you one more sign of the last days. അന്ത്യകാലത്തെക്കുറിച്ചുള്ളതായ മറ്റൊരു അടയാളം കൂടെ നിങ്ങളോട് അറിയിക്കട്ടെ. Again in the Gospels we read that in the last days many will come and say, I am Christ, and shall deceive many. അന്ത്യനാളിൽ അനേകർ വന്ന് ഞാൻ ക്രിസ്തു ആകുന്നു എന്ന് പറഞ്ഞ് പലരെയും വഞ്ചിക്കും. Matthew chapter 24 verse 5. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിക്കാം. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകരുടെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. For many shall come in my name, saying, I am Christ, and shall deceive many. Here is the picture of a man. ഇവിടെ ഒരു വ്യക്തിയുടെ പടം കാണുന്നു. He is a Spanish man. He lives in Florida. ഫ്ലോറിഡയിൽ താമസിക്കുന്ന ഒരു സ്പാനിഷുകാരനാണ്. His name is Jose Luis. ഹോസെ ലൂയി എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. He says he is Christ. ഇദ്ദേഹം പറയുന്നത് താനാണ് ക്രിസ്തു എന്നാണ്. He is having many churches in many parts of the world with hundreds of followers. നൂറുകണക്കിന് അനുഗാമികൾ ഉള്ളതായ സഭകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തനിക്കുണ്ട്. But this Jesus is a kind of funny Jesus. എന്നാൽ ഈ യേശു ഒരു ഹാസ്യമായ യേശുവാണ്. This Jesus smokes and drinks. ഈ യേശു പുകവലിക്കുകയും മദ്യപിക്കുകയും ചെയ്യുന്നു. This Jesus is living with his second wife. അദ്ദേഹം തന്റെ രണ്ടാം ഭാര്യയോട് കൂടെയാണ് താമസവും. This Jesus wears designer sunglasses. ഈ യേശു പ്രത്യേക തരത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളതായ കണ്ണാടിയാണ് ധരിക്കുന്നത്. This Jesus has a Rolex watch, only costs a few $1,000s, that's all. ആയിരക്കണക്കിന് ഡോളർ വിലയുള്ളതായ റോളക്സ് വാച്ച് ധരിച്ചുകൊണ്ടാണ് നടക്കുന്നത്. This Jesus has a gold chain around his neck. തന്റെ കഴുത്തിൽ ഒരു സ്വർണ്ണമാലയും അണിഞ്ഞിട്ടുണ്ട്. So, and he claims saying, I am Christ. താൻ ക്രിസ്തുവാണെന്ന് താൻ പറയുകയും ചെയ്യുന്നു. Here is a picture of him sitting in a bar and drinking. താൻ ഒരു മദ്യശാലയിൽ ഇരുന്ന് കുടിക്കുന്ന ആണ് കാണുന്നത്. There at the bottom you see there's 666 on his shirt. അദ്ദേഹത്തിന്റെ ഷർട്ടില് 666 എന്ന് എഴുതിയിരിക്കുന്നതും കാണാം. So there are so many people opposing him. തന്നെ എതിർക്കുന്നതായ അനേകരുണ്ട്. It says many will come in the last days and say, I am Christ.
അനേകർ അന്ത്യനാളുകളിൽ എഴുന്നേറ്റ് ഞാൻ ക്രിസ്തു എന്ന് പറയും. So he himself with his own word says, I am Jesus Christ. താൻ തന്റെ വാഗുകൊണ്ട് തന്നെ പറയുകയാണ്, ഞാനാണ് യേശു ക്രിസ്തു എന്ന്. So many people have come forward, many TV people have come forward to interview him. അനേക ടെലിവിഷൻകാർ വന്ന് അദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ട്. So they asked him, Jesus performed many miracles. He walked on water, he turned water into wine. Do you perform any miracles? യേശു പല അത്ഭുതങ്ങളും ചെയ്തല്ലോ, വെള്ളം വീഞ്ഞാക്കി തീർത്തു, വെള്ളത്തിന്മേൽ നടന്നു, നിങ്ങൾ എന്ത് അത്ഭുതമാണ് കാണിക്കുന്നത്? He said, no, I don't perform any miracles. I don't need to perform. My evidence is the way in which my church is spreading. എനിക്ക് പ്രത്യേകിച്ച് അത്ഭുതമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ അങ്ങനെ ചെയ്യുന്നുമില്ല. എനിക്ക് അതിനുള്ള തെളിവെന്ന് പറയുന്നത് എന്റെ സഭ ഇങ്ങനെ എല്ലായിടത്തും വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. Then another man asked in an interview, Jesus loved the poor, he helped the poor, but you seem to be getting all your offerings and you seem to be using up all your money. What do you have to say about this? മറ്റൊരു വ്യക്തി അദ്ദേഹത്തോട് ചോദിച്ചു, യേശു പാവപ്പെട്ടവരെയൊക്കെയും സഹായിക്കുകയും അവർക്ക് വേണ്ടതായ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കുകയും ചെയ്തു, നിങ്ങളോ ലഭിക്കുന്ന പണമെല്ലാം നിങ്ങളുടെ സ്വന്തം കാര്യത്തിനായി വിനിയോഗിക്കുകയാണല്ലോ എന്ന് ചോദിച്ചു. He said, when that woman with the costly ointment poured it on Jesus, it would look like a waste, but it was not spent anywhere. It was spent on Jesus. Like that, people love me and they're giving me money. Why should I give it to someone else? ഒരു സ്ത്രീ വന്ന് വിലയേറിയ പരിമള തൈലം കൊണ്ടുവന്ന് യേശുവിന്റെ മേൽ ഒഴിച്ചപ്പോൾ അതെല്ലാവർക്കും അതൊരു വലിയ നഷ്ടമായി വെറും ചിലവായിട്ട് തോന്നി. എന്നാലോ അത് യേശുവിന്റെ മേലാണ് ആ ചിലവ് നടത്തിയത്. അതുപോലെ ജനങ്ങൾ എന്നെ സ്നേഹിച്ച് എനിക്ക് തരുന്നതാണ്. So why should I give it to others when they give it to me? They're loving me and giving to me. എനിക്ക് തരുന്നത് ഞാൻ എന്തിന് മറ്റുള്ളവർക്ക് കൊടുക്കണം? Many people, they took banners like this, and when he comes in the airport and travels in the car, they will say, this man is Satan, he's the Antichrist, and so on. അദ്ദേഹം യാത്ര ചെയ്യുന്ന ഇടങ്ങളിലെല്ലാം, എയർപോർട്ടുകളിലും മറ്റു സ്ഥലങ്ങളിലുമെല്ലാം ഈ മനുഷ്യൻ എതിർ ക്രിസ്തു ആണെന്ന് ബാനറുകൾ പിടിച്ചുകൊണ്ട് ജനങ്ങൾ നിൽക്കാറുണ്ട്. So the TV people asked him, what do you have to say about that? So many people are against you, and they are saying that you are Satan, you are the Antichrist. What do you have to say about that? ടെലിവിഷൻകാർ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എതിർ ക്രിസ്തു ആണെന്നും പിശാചാണെന്നും എല്ലാമാണല്ലോ ജനങ്ങൾ പറയുന്നത്, അവരെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? You know what he said? He said, Father, forgive them, for they know not what they do. അവർ ചെയ്യുന്നതിനറിയായാൽ അവരോട് ക്ഷമിക്കണമേ പിതാവേ എന്ന് പറഞ്ഞു. So many antichrists are coming. അനേക എതിർ ക്രിസ്തുക്കൾ എഴുന്നേൽക്കുന്നു. His preaching is, there's no hell, no sin, no devil. പാപമെന്നൊന്നില്ല, പിശാചെന്നൊന്നില്ല, നരകമെന്നും ഒന്നില്ല എന്നാണ് താൻ പറയുന്നത്. You follow me, we'll all go to heaven. നിങ്ങൾ എന്നെ അനുഗമിക്കുക, നാം എല്ലാവരും സ്വർഗത്തിലെത്തും. Well, he's going to go to see a heaven where there's going to be a lot of fire burning. അത് അഗ്നിജ്വാല ഉള്ളതായ ഒരു സ്വർഗത്തിലായിരിക്കും അവൻ എത്തുന്നത്. He's going to have some surprises in heaven. സ്വർഗമെന്ന് പറഞ്ഞ സ്ഥലമായിട്ട് താൻ ഉദ്ദേശിക്കുന്നിടത്ത് ചെല്ലുമ്പോൾ തനിക്ക് പലവിധത്തിലുള്ളതായ തെറ്റിദ്ധാരണകൾ ഉണ്ടായിപ്പോയല്ലോ എന്ന് ചിന്തിക്കും. He's going to find it very hot in his heaven. അവന്റെ സ്വർഗം വലിയ ചൂടുള്ള സ്ഥലമായിരിക്കും. So there's a lot of deception going around. ഇങ്ങനെ ലോകത്തിൽ പലവിധത്തിലുള്ളതായ വഞ്ചനകൾ നടക്കുന്നുണ്ട്. And look at him, he's having 666 on his shirt and he says, I am Jesus Christ, and there are hundreds of people to believe it and follow him. തന്റെ വസ്ത്രത്തിന്മേൽ ഉടുപ്പിന്മേൽ 666 എന്ന് എഴുതിയിട്ടുമുണ്ട്, എങ്കിലും അനേകരെ തന്നെ പിൻപറ്റുകയും ചെയ്യുന്നു. One millionaire gave him $20 lakhs as offering. ഒരു ലക്ഷപ്രഭു 20 ദശലക്ഷം ഡോളറാണ് അദ്ദേഹത്തിന് കൊടുത്തത്. $20 lakhs. $20 ലക്ഷം കൊടുത്തു as offering. അത് അദ്ദേഹത്തിന് കൊടുത്തതായ കാണിക്ക. And he said, this man confesses saying he's God. അവൻ ദൈവമാണെന്ന് തന്നെത്താനും പറയുകയാണ്. So there are so many rich people who are following him and giving him hundreds and thousands of dollars. അനേക ധനികരായ ജനങ്ങൾ തന്നെ പിൻപറ്റുകയും ആയിരക്കണക്കിന് ഡോളർ കൊടുക്കുകയും ചെയ്യുന്നു. Although he's a drunkard, although he's a smoker, he is followed as God. താനൊരു പുകവലിക്കുന്ന ആളും മദ്യപാനിയും ആണെങ്കിൽ തന്നെ ദൈവമാണെന്ന് പറഞ്ഞ് ആ ആളിനെ പിൻപറ്റുന്നവർ ധാരാളമുണ്ട്. So see how easily the devil can deceive people. ജനത്തെ എങ്ങനെ പിശാച് വഞ്ചിക്കുന്നു എന്ന് നോക്കുക. So what I would like to highlight through this is that there are many deceiving spirits going about deceiving the people of this world. വഞ്ചനയുടെ അനേക ആത്മാക്കൾ എഴുന്നേറ്റ്
ജനത്തെ വഞ്ചിക്കുവാനായി പുറപ്പെട്ടിരിക്കുന്നു എന്നാണ് ഞാൻ നിങ്ങളോട് അറിയിക്കുന്നത്. In these last days, I want to point out to one particular deception that's increasing all over the world. ലോകം മുഴുവനും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായ ഒരു പ്രത്യേകതരം വഞ്ചനയെക്കുറിച്ച് ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. It is called the New Age movement. അതിനെ നവയുഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ന്യൂ ഏജ് മൂവ്മെന്റ് എന്നാണ് പറയുന്നത്. This New Age movement is trying to gather people of different philosophies, different teachings, different religions together to make them one body. ഈ നവയുഗത്തിലുള്ളതായ ചിന്താഗതിക്കാര് പല തത്വശാസ്ത്രങ്ങളിലുള്ളവര്, പല മതവിഭാഗങ്ങളിലുള്ളവര്, പല രീതിയിൽ ചിന്തിക്കുന്ന ജനങ്ങളെ എല്ലാം കൂടെ ചേർത്തിണക്കി ഒരു ഗ്രൂപ്പായി കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. Now listen to this carefully. നിങ്ങൾ ഇത് ശ്രദ്ധിച്ചു കേൾക്കണം. What they are promoting today is called religious tolerance. That means we must learn to respect other religions. അവര് പറയുന്നതില് ഒരു പ്രധാനപ്പെട്ട കാര്യം എല്ലാം മതസഹിഷ്ണുതയുള്ളവരായിരിക്കണം. അതിന്റെ അർത്ഥം സർവ്വമതങ്ങളെയും നാം അനുവദിക്കുന്നവരായിരിക്കണം. You young people, when you go to school and when you go to college and people who go to work, when we try to present the gospel, most people will respond like this. Don't try to insist that Jesus is the way. We must learn to respect one another's religions. That's the latest, propaganda. സ്കൂളിൽ പോകുന്ന കുട്ടികള് അവര് യേശുവിനെ കുറിച്ച് യേശു ദൈവമാണെന്ന് പറയുമ്പോൾ, സത്യദൈവമാണെന്ന് പറയുമ്പോൾ അത് പറയുന്നത് മറ്റുള്ളവർ പറയും അങ്ങനെയല്ല, എല്ലാ മതങ്ങളും എല്ലാ ദൈവങ്ങളെയും നമ്മൾ ആദരിക്കണമെന്നാണ് പറയുന്നത്. All religions are the same. Like all rivers lead to the ocean, all religions will lead to the same God. എല്ലാ നദികളും കടലിലേക്ക് ഒഴുകി ചെല്ലുന്നത് പോലെ എല്ലാ മതങ്ങളും ദൈവത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് ചിന്താഗതി. So we must learn to respect one another, honor one another's beliefs. ഓരോരുത്തരുടെയും വിശ്വാസത്തെ നമ്മൾ മാനിക്കണം എന്നാണ് ചിന്തിക്കുന്നത്. But what is happening when they say that? ഇങ്ങനെ അവർ പറയുമ്പോൾ എന്താണ് നടക്കുന്നത്? Truth is being killed. സത്യത്തെ നശിപ്പിക്കപ്പെടുന്നു. But when they do that, they are making a big mistake themselves. അവരിത് ചെയ്യുമ്പോൾ അവർ തന്നെ ഒരു വലിയ തെറ്റും ചെയ്യുകയാണ്. When they say you must learn to respect everybody's beliefs, they make a big mistake. എല്ലാവരുടെയും വിശ്വാസത്തെ നാം ആദരിക്കണമെന്ന് പറയുമ്പോൾ തന്നെ അവർ ഒരു വലിയ തെറ്റും കൂടെ ചെയ്യുന്നുണ്ട്. You know what will happen when they say that? Christians become their enemies. അവരിങ്ങനെ പറയുന്നെങ്കിലും ക്രിസ്ത്യാനികൾ അവരുടെ ശത്രുക്കളാണെന്ന് അവർ കരുതുന്നു. They will become, because Jesus said, he didn't say I am one of the ways. He said I am the way, the truth, the life. No man can come to the Father, to God, except by me. I am the only way to heaven. ക്രിസ്ത്യാനികൾ പറയുന്നത്, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു തന്നെ പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല എന്നാണ് പറഞ്ഞത്. But they say, no, don't say that. അവർ പറയുന്നത് അങ്ങനെ പറയരുത്. You must respect all beliefs. The Muslims' beliefs is true. The Hindu beliefs are true. The Christian beliefs are true. The Buddhist beliefs are true. They're all true. ബുദ്ധമതക്കാരും ഹിന്ദു മതക്കാരും മുസ്ലിം മതക്കാരും അവരെല്ലാം പറയുന്നത് എല്ലാം ശരിയാണ്, സത്യമാണ്. So don't say Jesus is the way, the only way. യേശു ആണ് യഥാർത്ഥ വഴി, മാർഗം എന്ന് പറയരുത്. Don't insist this is the truth. ഇതാണ് സത്യം എന്ന് പറയരുത്. Everything is truth. എല്ലാം സത്യമാണ്. Then we can ask them a question. അങ്ങനെയാണെങ്കിൽ അവരോടൊരു ചോദ്യം. If everything is the truth, എല്ലാം സത്യമാണെങ്കിൽ why don't you believe that what I am saying is also the truth? ഞാൻ പറയുന്നത് സത്യമാണെന്ന് എന്തുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല? You say don't insist, don't insist. Why are you insisting that I should not insist? നിങ്ങൾ ഇങ്ങനെ ഞാൻ പറയരുതെന്ന് നിർബന്ധിക്കുന്നല്ലോ, എന്തുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ സമ്മതിക്കുന്നില്ല? No, you are telling others not to insist. Don't force truth on others, but you are forcing me not to insist. മറ്റുള്ളവരോട് ഞാൻ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ പറയരുതെന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കുന്നു, വാശി പിടിക്കുന്നു. എന്നാൽ ഞാൻ പറയുന്ന കാര്യം അംഗീകരിക്കുവാനായിട്ട് നിങ്ങൾ എന്തുകൊണ്ടൊരു നിർബന്ധം കാണിക്കുന്നില്ല? So when they say that we should not insist, they are insisting. അവർ തന്നെ ഇങ്ങനെ നിർബന്ധിക്കരുതെന്ന് പറയുമ്പോൾ തന്നെ അവരൊരു നിർബന്ധം പിടിക്കുകയുമാണ്. So they are contradicting themselves. അവർ അവരെ തന്നെ ഖണ്ഡിക്കുകയാണ്. So what is happening today? These reasonable people, deep thinking people, logical thinkers, intellectuals, they are now slowly being transformed in their minds to start believing lies. ഈ ബുദ്ധിമതികളെന്ന് തങ്ങളെ തന്നെ അവകാശപ്പെടുന്നതായ മനുഷ്യര് അവര്
അവർ തന്നെ ഒരു വഞ്ചനയിലേക്ക് അകപ്പെട്ട് പോകുകയാണ്. You see, the Christian faith says God is a Trinity. ക്രിസ്തീയ വിശ്വാസം ദൈവം തൃത്വമാകുന്നുവെന്നാണ്. The Muslim faith says God is a unity. മുസ്ലിങ്ങൾ പറയുന്നത് ദൈവം ഏകനാണ്. The Hindu belief says there are 33 crore gods. ഹിന്ദു വിശ്വാസം പറയുന്നത് 33 കോടി ദൈവങ്ങളുണ്ട്. The Buddhist says there's no God. ബുദ്ധമതക്കാർ പറയുന്നത് ദൈവമേ ഇല്ല. Now, this new age movement says you must learn to believe everything. ഈ നവയുഗ ചിന്താഗതിക്കാർ പറയുന്നത് ഇതെല്ലാം വിശ്വസിക്കണമെന്നാണ് പറയുന്നത്. In other words, he says one God and Trinity and 33 gods and no God is all the same. Believe everything. ഏകദൈവം എന്ന് പറയുന്നതും തൃത്വദൈവം എന്ന് പറയുന്നതും 33 കോടി ദൈവം എന്ന് പറയുന്നതും എല്ലാം അങ്ങ് വിശ്വസിച്ചുകൊള്ളുക. In other words, 1 is equal to 3 is equal to 33 crore is equal to 0. That's their mathematics. അവരുടെ കണക്കെന്ന് പറയുന്നത് 1 സമം 3 സമം 33 കോടി equal to 0. അത് No God. പൂജ്യമാണ്. So all is the same for them. എല്ലാം അവർക്ക് തുല്യം. They will speak such deep philosophies, but basically their thinking has collapsed. The devil has made a fool of them. അവരേതോ ആഴമായ തത്വശാസ്ത്രം പ്രസ്താവിക്കുന്നത് പോലെയാണ് കാര്യങ്ങൾ പറയുന്നതെങ്കിലും പിശാച് അവരെ മൗഢ്യത്തിലേക്ക് തള്ളിയിട്ടിട്ട് അവർക്ക് പറയുന്നതിന് യാതൊരു വിധമായ അടിസ്ഥാനവുമില്ലാതെയായി പോകുകയാണ്. But no matter how much you try to talk sense into them, they will feel what they are doing is right. എത്രമാത്രം അവരോട് പറഞ്ഞാലും അവർക്ക് അത് മനസ്സിലാകുകയില്ല. അവർ ചെയ്യുന്നതാണ് ശരിയെന്ന് ശഠിച്ചുകൊണ്ടിരിക്കും. So what will happen? എന്തോ സംഭവിക്കുക? Christians who say Jesus is the only way are going to become their enemies. യേശു മാത്രമാണ് സത്യവഴിയെന്ന് പറയുന്നതായ ക്രിസ്ത്യാനികൾ അവരുടെ ശത്രുക്കളായി തീരുന്നു. This new age movement, they have a 13-point agenda. ഈ നവയുഗ ചിന്താഗതിക്കാർക്ക് ഏതാണ്ട് 30 പോയിന്റുകൾ അടങ്ങിയ 13 പോയിന്റുകൾ അടങ്ങിയതായ ഒരു തത്വസംഹിതയുണ്ട്. So in that, one of the points is this. അതിലൊന്ന് ഇങ്ങനെയാണ്: this earth should be purified of fundamentalist Christians or Christians who believe that only Jesus is the way. ഈ ഭൂമി സത്യദൈവം യേശുക്രിസ്തുവാണെന്ന് വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കണം. They should be killed. അവരെല്ലാം കൊന്നുകളയണം. That killing in their terms is called purification. അങ്ങനെ അവരെ കൊല്ലുക എന്ന് പറയുന്നത് ശുദ്ധീകരണമാണെന്നാണ് അവർ ചിന്തിക്കുന്നത്. In other words, you and I who say Jesus is the only way, we are the filth of this world. So when they clean us up, when they get rid of us, the world is sanctified. യേശുക്രിസ്തു സത്യദൈവമാണെന്ന് വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്ന ഞാനും നിങ്ങളും ഈ ലോകത്തിലെ മാലിന്യമാണെന്നും അത് അല്ലെങ്കിൽ നമ്മെ മാറ്റിക്കളഞ്ഞാൽ ലോകം ശുദ്ധീകരിക്കപ്പെടുമെന്നാണ് അവരുടെ ചിന്താഗതി. So brother, sister, listen to this. പ്രിയ സ്നേഹിത, സഹോദര, സഹോദരി, ഇത് കേൾക്കുക. If you are going to insist that Jesus is the only way, you are in trouble. നിങ്ങൾ യേശുക്രിസ്തു ഏക സത്യദൈവമെന്നും ഏക സത്യവഴിയെന്നും നിങ്ങൾ പറയുന്നുവെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും. But if you want to survive in this world, if you want to be safe in this world, you have to say all is the same. നിങ്ങൾ ഈ ലോകത്തിൽ സുരക്ഷിതരായി പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോകണമെങ്കിൽ എല്ലാം ഒന്നെന്ന് പറയേണ്ട അവസ്ഥയിൽ കൂടെ പോകേണ്ടി വരും. So when we run into trouble like that very soon, it's going to happen very soon, the church has to enter into the kingdom of God with much tribulation. What are we going to do? അനേക കഷ്ടങ്ങളിൽ കൂടെ ദൈവം സഭ സ്വർഗത്തിലേക്ക് പോകേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? The church has to go to heaven through much tribulation. സ്വർഗരാജ്യത്തിലേക്ക് സഭ പോകുന്നത് അനേക കഷ്ടങ്ങളിൽ കൂടെയാണ്. So what are we going to do when tribulation increases before the coming of the Lord? കർത്താവിന്റെ വരവിനു മുൻപ് പീഡകൾ നടക്കുമ്പോൾ നാം എന്ത് ചെയ്യും? Are we going to stand for the truth or are we going to compromise? നാം സത്യത്തിന് വേണ്ടി നിലകൊള്ളുമോ അതോ സത്യത്തെ ത്യജിച്ച് കളയുമോ? One day in a country abroad, a Sunday service was taking place. ഒരു ദിവസം ഒരു വിദേശ രാജ്യത്ത് ഒരു ഞായറാഴ്ച ആരാധന നടന്നുകൊണ്ടിരുന്നു. And while the service was going on, suddenly 2 gunmen ran into the church. പെട്ടെന്ന് ആരാധന നടക്കുന്ന സമയത്ത് 2 പേർ തോക്കുമായി ഓടി അവിടെ കയറി. 2 gunmen. 2 തോക്കുധാരികൾ. So those 2 gunmen got up onto the stage and one man showed his gun at the pastor. ഒരു വ്യക്തി ഓടി ചെന്നിട്ട് ആ സ്റ്റേജിലേക്ക് എന്ന് പാസ്റ്ററുടെ നേരെ തോക്ക് ചൂണ്ടി. And told the pastor, you go to that corner. പാസ്റ്റർ, നിങ്ങൾ ആ മൂലയിലേക്ക് പോകുക. And then both the gunmen pointed the guns at the crowd.
ആ ജനത്തിന്റെ അടുക്കലേക്ക് ആ ഗണ്ണ് താൻ അവരെ രണ്ടുപേരും ചൂണ്ടിയിട്ട്, all those who are on the side of the pastor go that side with the pastor. പാസ്റ്ററോട് കൂടെ നിൽക്കുന്നവരെല്ലാവരും ആ പാസ്റ്ററുടെ അടുത്തേക്ക് പോകുവാൻ പറഞ്ഞു. All the others who are not on the side of the pastor go to that corner. പാസ്റ്ററോട് ചേർന്ന് നിൽക്കാത്തവരെല്ലാവരും പള്ളിയുടെ മറ്റേ ഭാഗത്തേക്ക് പോകാം. Now go fast. ഉടനെ പോകണം. What happened? Only 2 people went to that side. All the others went to that corner. രണ്ടുപേര് മാത്രമേ പാസ്റ്ററുടെ അടുത്തേക്ക് നടന്നു നീങ്ങിയുള്ളൂ. മറ്റുള്ളവരെല്ലാം എതിർദിശയിലേക്ക് പോയി. Because they knew they'll have to save their heads, isn't it? They have to die. They've got family, children, wife and all. How to preserve? Let me lie this one time. God's a forgiving God, isn't it? അവർ ചിന്തിച്ചത്, ദൈവം ക്ഷമിക്കുന്നവനായ ദൈവമാണ്, എന്റെ ജീവനെ രക്ഷിക്കുവാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്യേണ്ടിയിരിക്കുന്നു, എനിക്ക് കുടുംബമുണ്ട്, കുഞ്ഞുങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അവര് മറുഭാഗത്തേക്ക് പോയി. So church was divided into two on the pastor side, the rest on the other side. ആ സഭ രണ്ടായി പിരിയുന്നത് കാണാമായിരുന്നു. രണ്ടുപേർ പാസ്റ്ററുടെ സൈഡിൽ നിന്നു, മറ്റുള്ളവരെല്ലാം മറുഭാഗത്തേക്ക് മാറി. The 2 men lowered their guns. ആ രണ്ടുപേരും അവരുടെ തോക്കുകൾ താഴെ വെച്ചിട്ട് looked at the pastor. പാസ്റ്ററെ നോക്കി പറഞ്ഞു, said, look at your church, and went off. നിങ്ങളുടെ സഭയെ നോക്കുക എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. Imagine how shameful those people would have been then. ആ മറുഭാഗത്തേക്ക് പോയവർ എത്രമാത്രം ലജ്ജിതരായി തീർന്നു കാണുമെന്ന് ചിന്തിച്ചു നോക്കുക. Now what's going to happen if this really happens one day to us? ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ ഇടയിൽ സംഭവിച്ചാൽ, ഒരു ദിവസം സംഭവിച്ചാൽ നാം എന്ത് ചെയ്യും? It's going to happen very soon. ഇങ്ങനെയെല്ലാം പെട്ടെന്ന് സംഭവിപ്പാൻ പോകുകയാണ്. The more we insist that Jesus alone is the way to heaven, that Jesus alone is God, we are going to run into more and more trouble in future. യേശു മാത്രമാണ് സത്യദൈവമെന്നും യേശു ക്രിസ്തുവാണ് യഥാർത്ഥ വഴി, സ്വർഗത്തിലേക്കുള്ള മാർഗമെന്നും നാം വിളിച്ചു പറയുന്നുവെങ്കിൽ ഇങ്ങനെയെല്ലാം നമുക്ക് നേരിടും. The new age movement is creating a new religion. ഇങ്ങനെയുള്ളതായ ആ നവയുഗ ചിന്താഗതിക്കാര് ഒരു പുതിയ മതം കൊണ്ടുവരികയാണ്. Turn to Revelation chapter 17 verses 5 and 6. വെളിപാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ verse 5 alone. 5-ാം വാക്യം വായിക്കാം. And upon her forehead was a name written, Mystery Babylon the Great, the mother of harlots and abominations of the earth. മർമ്മം മഹതിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛകളുടെയും മാതാവ് എന്നൊരു പേർ അവിടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. Here's a woman. ഇവിടെ ഒരു സ്ത്രീയെ കാണുന്നു. She is a representative of a new religion that's going to come into this world. ഈ ലോകത്തിലേക്ക് വെളിപ്പെടുവാൻ പോകുന്നതായ ഒരു പുതിയ മതവ്യവസ്ഥിതിയുടെ അടയാളമാണ്. It's not going to be Christianity, it's not going to be Hinduism, it's not going to be Islam, it's not going to be Buddhism, it's going to be a new religion. അത് ക്രിസ്ത്യാനിത്വമായിരിക്കുകയില്ല, ബുദ്ധമതമായിരിക്കുകയില്ല, ഹിന്ദുമതമായിരിക്കുകയില്ല, മുസ്ലിം മതവുമായിരിക്കുകയില്ല. ഇത് ഒരു പുതിയ മതമായിരിക്കും. And in it will be a mixture of all the major religions of this world. അത് ലോകത്തിലെ സകല മതങ്ങളുടെയും ഒരു സമാഹാരമായിരിക്കും. Very simple. Just pull out God, pull out the truth, and you can mix everything together. ദൈവത്തെ എടുത്ത് മാറ്റിവെക്കുക, സത്യം എടുത്ത് മാറ്റുക, മറ്റുള്ളതെല്ലാം ചേർന്നുകൊള്ളും. Why is she called a whore, a harlot? എന്തുകൊണ്ടാണ് അവൾ വേശ്യമാരുടെ മാതാവെന്ന് പറയപ്പെടുന്നത്? Every false religion in this world is a harlot. ലോകത്തിലുള്ള സകല കപട മതങ്ങളും അവളിൽ കാണപ്പെടുന്നു. Because everything apart from the true religion leads away from the true God. സത്യമാർഗം ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം സത്യദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. It leads away. It leads people astray from the true God. സത്യദൈവത്തിൽ നിന്ന് അവരെയെല്ലാം അകറ്റിക്കളയുന്നു. So it is a harlot diverting people from the truth and the true God. സത്യദൈവത്തിൽ നിന്ന് ജനത്തിന്റെ ശ്രദ്ധയെ മാറ്റിക്കളയുന്നതായ ഒരു വേശ്യാവൃത്തിയാണ് ഇവിടെ നടക്കുന്നത്. So this woman is called the mother of harlots. She is the collection, the embodiment of all harlots put together. ഇവളെ വേശ്യമാരുടെ മാതാവെന്ന് പറയുന്നതിന്റെ അർത്ഥം സകല വിധത്തിലുള്ളതായ ഈ പറയപ്പെടുന്നതായ വേശ്യാവൃത്തി ചെയ്യുന്നതായ ആ മതങ്ങളുടെ സമാഹാരമായിരിക്കുകയാണ് ഇവിടെ. Now she is called the great. ഇവളെ മഹതി എന്നും പറയുകയാണ്. Why is she great? എന്തുകൊണ്ടാണ് ഇവൾ മഹതി? Because she is not only religious, she is very influential politically. She will have political power. മതകാര്യങ്ങളിൽ മാത്രമല്ല, രാഷ്ട്രീയ കാര്യങ്ങളിലും വളരെ സ്വാധീനമുള്ളവളാണ് ഇവൾ. So she will have the power to persecute those who do not adhere to her religious laws. അവളുടെ മതത്തിന്റെ നിയമങ്ങൾ പാലിക്കാത്തവരെ പീഡിപ്പിക്കത്തക്കവണ്ണം അധികാരവും അവൾക്കുണ്ടാകും. Today there are thousands of churches.
ഇന്ന് ആയിരക്കണക്കിന് സഭകളെ കാണാം. People are wondering which is the truth. ഏതാണ് സത്യസഭയെന്ന് ജനങ്ങൾ സംശയിക്കുന്നു. There might be thousands of churches today, but in the Bible there are only 2 churches, both represented by women. അനേക ആയിരക്കണക്കിന് സഭകൾ ഉണ്ടെങ്കിൽ തന്നെയും വിശുദ്ധ വേദപുസ്തകത്തിൽ 2 സഭകളെ മാത്രമേ കാണുന്നുള്ളൂ. അത് രണ്ടും 2 സ്ത്രീകളെ അതിന് പ്രതിനിധാനം ചെയ്യുന്നതായി കാണിക്കുന്നു. One is a woman in heavenly places in Revelation chapter 12. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ കാണപ്പെടുന്നതായ സ്വർഗ്ഗസ്ഥലങ്ങളിലിരിക്കുന്ന സ്ത്രീയാണ് ഒന്ന്. The other is the woman that we read of just now, the whore in Revelation 17. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ നാം ഇപ്പോൾ വായിച്ചു കേട്ടതായ മറ്റേ സ്ത്രീയാണ് ആ വേശ്യ എന്ന് പറയുന്നതായ വേറൊരു സഭ. So there might be thousands of churches today, ഇന്ന് ആയിരക്കണക്കിന് സഭകൾ ഉണ്ടെങ്കിലും but slowly they are going to divide into 2. ഇത് 2ആയി പിരിയുവാൻ പോകുകയാണ്. One group of people will love the truth and stand for the truth and will be that woman in the heavenly places. ഒരു കൂട്ടം ജനങ്ങൾ യഥാർത്ഥമായി സത്യത്തെ സ്നേഹിക്കുകയും സത്യത്തിനു വേണ്ടി നിലകൊള്ളുകയും ചെയ്യുകയും അവർ സ്വർഗ്ഗസ്ഥലങ്ങളിൽ കാണപ്പെടുന്ന സ്ത്രീയുടെ അനുഭവത്തിലേക്ക് വരികയും ചെയ്യും. Another group will sell the truth and join the whore and will become the bride of the Antichrist. മറ്റൊരു കൂട്ടർ സത്യത്തെ വിൽക്കുകയും അവർ ഈ വേശ്യയോട് ചേർന്നിട്ട് എതിർ ക്രിസ്തുവിന്റെ മണവാട്ടിയായി തീരുകയും ചെയ്യും. So which group are we going to see? ഏത് ഗ്രൂപ്പിലാണ് നാം ആയി തീരുവാൻ പോകുക? We don't have to be bothered about churches. We have to see if we love the truth. നാം സഭകളെ അല്ലെങ്കിൽ പള്ളികളെ നോക്കേണ്ട, നാം സത്യത്തെ സ്നേഹിക്കുന്നുവോ എന്ന് നമ്മോട് തന്നെ ചോദിക്കാം. Pray to God and ask him where the truth is and go there. കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവേ സത്യം എവിടെ നിൽക്കുന്നു അവിടേക്ക് പോകാം. If you don't love the truth, a wrong spirit, a deceiving spirit can guide you. സത്യത്തെ വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് വഞ്ചനയുടെ ഒരു ആത്മാവ് നിങ്ങളെ ബാധിക്കും. Turn to 2 Thessalonians chapter 2 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിലേക്ക് വന്നാൽ and read verse 9 and 10. 9-10 വാക്യങ്ങൾ വായിക്കാം. Even him whose coming is after the working of Satan with all power and signs and lying wonders and with all deceivableness of unrighteousness in them that perish, but they received not the love of the truth, that they might be saved. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടിയായിരിക്കും. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായികയാൽ തന്നെ അങ്ങനെ ഭവിക്കും. Here it is written, all these lying wonders will go about deceiving people because they did not love the truth. അവർ സത്യത്തെ വിശ്വസിക്കാതിരുന്നത് കൊണ്ടാണ് ഈ വിധത്തിലുള്ള വ്യാജമായ അടയാളങ്ങളിൽ വിശ്വസിച്ചു പോകുന്നത്. Maybe divine healing is too difficult for you. ദൈവിക രോഗശാന്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കഠിനമായി തോന്നിയേക്കാം. Maybe living a life of separation is too difficult. വേർപാട് ജീവിതം നയിക്കുന്നത് നിങ്ങൾക്ക് കഠിനമായി തോന്നിയേക്കാം. Standing for a faith life and looking only to God for all our needs might be practically difficult. ദൈവത്തിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് ആവശ്യങ്ങൾക്കായി ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നത് പ്രയാസമേറിയതായി തോന്നാം. Whether you are able to live for the truth or not is the second question. The first question is, do you love the truth? നിങ്ങൾ സത്യത്തിനു വേണ്ടി നിലകൊള്ളുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ സത്യത്തെ സ്നേഹിക്കുന്നുവോ? If we do not love the truth, very soon a deceiving spirit will come. The next verse says, നിങ്ങൾ സത്യം സ്നേഹിക്കുന്നില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് വ്യാജത്തിന്റെ ഒരു ശക്തി നിങ്ങളിൽ വ്യാപരിക്കും എന്നത് അടുത്ത വാക്യം പറയുന്നു. If we don't love the truth, the devil will very soon present a lie to us that will look just like the truth. നിങ്ങൾ സത്യം വിശ്വസിക്കുന്നില്ല എങ്കിൽ സത്യമെന്ന് തോന്നുന്ന വിധത്തിലുള്ളതായ ഒരു വ്യാജത്തിന്റെ ശക്തി പിശാച് നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരും. അത് നിങ്ങൾ വിശ്വസിക്കും. Look at our forefathers of the first century. ആദ്യ നൂറ്റാണ്ടിലെ നമ്മുടെ മുൻപിതാക്കളെ നോക്കാം. Almost all the disciples died as martyrs. എല്ലാ ശിഷ്യന്മാരും രക്തസാക്ഷികളായിട്ടാണ് മരിച്ചത്. Most of the Christians in those days were persecuted. അന്നുണ്ടായിരുന്ന ക്രിസ്ത്യാനികളിൽ അനേകരും അല്ലെങ്കിൽ അധികം പേരും അന്ന് പീഡിപ്പിക്കപ്പെട്ടു. Even today in India and in many communist countries and Islamic nations, Christians are dying and are persecuted. ഇന്ന് ഇന്ത്യയിലും മറ്റ് പല കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളില്, മുസ്ലിം രാജ്യങ്ങളിലെല്ലാം ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുകയും അവര് രക്തസാക്ഷികളായി മരിക്കുകയും ചെയ്യുന്നുണ്ട്. Are we ready to die like that? അങ്ങനെ മരിക്കുവാൻ നാം ഒരുക്കമായിരിക്കുന്നുവോ? Is our heart ready to stand for the truth and to die for the truth? സത്യത്തിനു വേണ്ടി നിലകൊള്ളുവാനും സത്യത്തിനു വേണ്ടി ജീവൻ അർപ്പിക്കുവാനും നാം ഒരുക്കമാണോ? I don't think we are ready as yet. ഇനി നാം ഒരുങ്ങിയിട്ടില്ല എന്നാണ് എന്റെ ചിന്ത. One day one
Some people try to fight against a church. ഒരു സഭയ്ക്ക് വിരോധമായി പോരാടുവാനായിട്ട് ഒരു കൂട്ടം ആളുകൾ എഴുന്നേറ്റു. Against one of our branch churches. നമ്മുടെ ഒരു ലോക്കൽ സഭയില് some people from outside came to fight. വെളിയിലുള്ളതായ കുറെ പേര് വഴക്കിടുവാനായി വന്നു. So somebody went and warned them. അവരുടെ അടുക്കൽ ചിലർ പോയി അവരോട് മുന്നറിയിപ്പ് നൽകി and said, don't fight with these church members. ഇവിടെയുള്ളതായ വിശ്വാസികളോട് നിങ്ങൾ വഴക്കടിക്കരുത്. Because they're all, once upon a time they were all rowdies, they went to prison, they murdered, and they all changed their lives and they are now good people. Now if you go and fight with them, all their old natures will come out and they'll finish you. Be careful. അവരെല്ലാം ഒരു കാലത്ത് ക്രൂരന്മാരും മറ്റു പല വിധത്തിലുള്ള ദോഷങ്ങൾ ചെയ്തവരും ജയിലിൽ പോയവരും ഒക്കെയാണ്. അവരെല്ലാം മാനസാന്തരപ്പെട്ടിപ്പോൾ നല്ല വ്യക്തികളായിട്ട് ഇവിടെ ജീവിക്കുകയാണ്. നിങ്ങൾ അവരോട് വഴക്കിടുവാൻ പോയാൽ ഒരുപക്ഷെ അവരുടെ പഴയ സ്വഭാവങ്ങളെല്ലാം അവരെടുത്താൽ നിങ്ങൾക്കത് ദോഷമായി ഭവിക്കും. Then you'll be finished. നിങ്ങളെല്ലാം അതോടെ നിങ്ങളുടെ കാര്യം കഴിയും, കഥ കഴിയും. So look at the reputation we have got. നമുക്കുള്ള ആ മാന്യത നോക്കുക. So we are people ready to hit back if necessary. So be careful, don't touch us. വേണ്ടി വന്നാൽ അവർ നിങ്ങളെ ഉപദ്രവിച്ചു കളയും, അതുകൊണ്ട് അവരെ തുടരുത്. So that's the reputation. So we are not ready to die as martyrs, we are ready to hit back. We've got an anointing for that. അതാണ് നമ്മളെ കുറിച്ച് മറ്റുള്ളവർ പറയുന്നതെങ്കിൽ നാം രക്തസാക്ഷികളായി മരിക്കുവാൻ ഒരുക്കമുള്ളവരായിരിക്കില്ല. We've got an anointing to hit others. മറ്റുള്ളവരെ തല്ലുവാനും അടിക്കുവാനും ഒക്കെ ഉള്ളതായ ഒരു അഭിഷേകം. But God must give us that spirit to die as a martyr. രക്തസാക്ഷിയായി മരിക്കുവാനുള്ളതായ ഒരു ആത്മാവ് ദൈവം നമുക്ക് തരേണം. There is a song in English which goes like this. ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു പാട്ടുണ്ട്. Shall I be carried to the skies on flowery beds of ease while others fought to win the prize and sailed through bloody seas? That means, when people are swimming in seas of blood to go to heaven, can you expect me to go on a bed of flowers to heaven? മറ്റുള്ളവർ രക്തത്തിൽ കുളിച്ച് സ്വർഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു പൂക്കൾ നിറഞ്ഞതായ ഒരു മെത്തയിൽ മേഘത്തിൽ കൂടെ സ്വർഗത്തിൽ പോകുവാൻ എനിക്ക് എങ്ങനെ സാധിക്കും? When fellow Christians are dying every day in various parts of the world today, how can we expect to live a jolly, comfortable, luxurious, easy life and sail through heaven? നമ്മുടെ ക്രിസ്തീയ സഹോദരങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും പീഡകൾ സഹിച്ച് രക്തസാക്ഷികളായി മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ എല്ലാവിധമായിരിക്കുന്ന ആഡംബരങ്ങളോടും കൂടെ ജീവിച്ച് സ്വർഗത്തിൽ പോകുവാനായി ആഗ്രഹിക്കുവാൻ കഴിയും? The martyrs of the early days were given many chances to recant, that is to deny the truth. ആദ്യകാലത്തുണ്ടായിരുന്നതായ രക്തസാക്ഷികൾ അവർ മരിക്കുന്നതിന് മുൻപായി അവർ വിശ്വാസം തള്ളിപ്പറഞ്ഞ് ജീവിക്കുവാനുള്ളതായ വഴികൾ അവർക്ക് കൊടുത്തിരുന്നു. But they refused. They said, no, we will live for the truth. അവരതെല്ലാം തള്ളിക്കളഞ്ഞിട്ടില്ല. സത്യത്തിന് വേണ്ടി മരിക്കുവാൻ ഞങ്ങൾ ഒരുക്കമാണെന്ന് പറഞ്ഞു. And they were killed, they died. അവരങ്ങനെ കൊല്ലപ്പെടുകയും അവർ മരിക്കുകയും ചെയ്തു. There was a man called John Huss. ജോൺ ഹസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. He was taken to a court. ഒരു കോടതിയിലേക്ക് തന്നെ നടത്തി. And he was asked to deny that Jesus is the way to heaven. യേശുവാണ് സ്വർഗത്തിലേക്കുള്ള മാർഗമെന്നുള്ളത് നിങ്ങൾ തള്ളിപ്പറയണമെന്ന് പറഞ്ഞു. He said, no, how can I? The Bible says it. എങ്ങനെ ഞാൻ തള്ളിപ്പറയുവാൻ കഴിയും? വിശുദ്ധ വേദപുസ്തകം അങ്ങനെ പറയുന്നുണ്ട്. The Bible says Jesus is the way. How can I deny it? ബൈബിൾ പറയുന്നു യേശുവാണ് വഴി എന്നുള്ളത്. എങ്ങനെ ഞാൻ അത് തള്ളിപ്പറയും? The people of the court said, you have no right to read the Bible and to interpret it. The priests have to read it and interpret it for you. What the priests say, that is the truth, not the Bible. നിങ്ങൾ വേദപുസ്തകം വായിക്കുവാൻ നിങ്ങൾക്ക് അവകാശമില്ല. അതിൽ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കുവാനും അവകാശമില്ല. പുരോഹിതനാണത് വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യേണ്ടത്. പുരോഹിതൻ പറയുന്നത് മാത്രം നിങ്ങൾ കേട്ടാൽ മതി, അതനുസരിച്ച് നടന്നാൽ മതി. Then let the priest answer my question. Why is it said here and why are they teaching otherwise? അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞു, ആ പുരോഹിതൻ എന്തുകൊണ്ടാണ് വേദപുസ്തകത്തിൽ യേശു തന്നെ വഴിയെന്ന് എഴുതിയിരിക്കുന്നതെന്ന് ചോദിച്ചു. And the argument went on like that. Finally they said, no, we are not going to argue with you. Tell me yes or no. Are you going to deny that Jesus is the only way or no? ഇങ്ങനെ അവരുടെ സംവാദങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ കോടതി പറഞ്ഞു, അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. ഒരു വാക്കിൽ ഉത്തരം പറയണം. നിങ്ങൾ യേശുവിനെ തള്ളി പറയുന്നുവോ ഇല്ലയോ? And he said, no, Jesus is the only way. താൻ പറഞ്ഞു, ഇല്ല, യേശു അത്രേ ഏക വഴി. Finally they appointed a date and they tied him to a stake, a wooden pole. അവസാനമായിട്ട് അവരൊരു തീയതി നിശ്ചയിച്ച് തന്നെ ഒരു മരത്തിൽ കൊണ്ടുവന്ന് കെട്ടി. And they tied him and they heaped logs of wood around him. തനിക്ക് ചുറ്റും വിറകുകൾ അടുക്കി. And with the torch in their hand they asked him the final question, at least at this time will you deny Christ?
അവിടെ അവർ തീ കൊണ്ടുവന്നിട്ട് അത് കത്തിക്കുന്നതിന് മുൻപായി പറഞ്ഞു, അവസാനമായ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഇപ്പോഴെങ്കിലും നിങ്ങൾ യേശുവിനെ തള്ളിപ്പറയുവാൻ ഒരുക്കമാണോ? I am not telling you a story, I am telling you history. ഞാൻ നിങ്ങളോടൊരു കഥ പറയുകയല്ല, ചരിത്ര സംഭവമാണ് പറയുന്നത്. Tied to the pole there, he said, no, Jesus is the only way. ആ തടിയോട് ചേർത്ത് കെട്ടിക്കൊണ്ട് ഇരുന്നപ്പോൾ താൻ പറഞ്ഞു, ഒരിക്കലുമില്ല, യേശു അത്രേ സത്യമാർഗം, സത്യമായ വഴി. They lit that wood. ആ വിറകിന് അവർ തീയിട്ടു. And as the fire was burning, ആ തീ കത്തിക്കൊണ്ടിരുന്നപ്പോൾ, and as it reached up to his shoulders, തന്റെ തോളറ്റം തീ ആളിക്കത്തിയപ്പോൾ, and as it was consuming his skin and eating away, തന്നെ ആ തീ ദഹിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ, history says he died singing. താൻ പാട്ട് പാടിക്കൊണ്ടാണ് മരിച്ചതെന്ന് ചരിത്രം ഘോഷിക്കുന്നു. He never denied Jesus. അവനൊരിക്കലും യേശുവിനെ തള്ളിപ്പറഞ്ഞില്ല. He could have blasphemed Jesus and say, what's this God? I live for you, I confessed your name, what's happening to me? യേശുവിനെ തള്ളിപ്പറയാമായിരുന്നു. ഞാൻ യേശുവെ നിനക്ക് വേണ്ടി ജീവിച്ചു, ഇപ്പോൾ എനിക്ക് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് യേശുവിന് വിരോധമായി ദൈവദൂഷണം പറയാമായിരുന്നു. Where did that man get that boldness? എവിടെ നിന്നാണ് ആ വ്യക്തിക്ക് ആ ധൈര്യം ലഭിച്ചത്? Where is our boldness today? ഇന്ന് നമ്മുടെ ധൈര്യം എവിടെ പോയി? Are we going to run away like cowards and deny the truth, or are we going to live for Jesus? നാം ഭീരുക്കളെ പോലെ ഓടിപ്പോവുകയാണോ, അതോ സത്യത്തിന് വേണ്ടി നിലകൊള്ളുമോ? The new age movement is getting ready to persecute true Christians. യഥാർത്ഥ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാനായി ആ നവയുഗ ചിന്താഗതിക്കാർ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. Are we getting ready to be persecuted? നാം പീഡിപ്പിക്കപ്പെടുവാൻ തക്കവണ്ണം നാം ഒരുക്കമായിട്ടുണ്ടോ? Shall we close our eyes? നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. Only a few more days. ചില ദിവസങ്ങൾ മാത്രമേ നമുക്ക് മുൻപിലുള്ളൂ. The Antichrist is getting ready to come down and rule the world. അന്തിക്രിസ്തു ഇതാ ലോകം ഭരിക്കുവാൻ, എതിർക്രിസ്തു ലോകം ഭരിക്കുവാനായി വരുന്നു. Satan is getting ready to come and rule this world. പിശാച് ലോകത്തെ ഭരിക്കുവാനായി എഴുന്നേൽക്കുന്നു. Is the church getting ready to meet Christ? യേശുവിനെ എതിരേൽപ്പാനായി സഭ ഒരുക്കമാണോ? Is the church ready to live and to die for Jesus Christ? സഭ യേശുവിന് വേണ്ടി ജീവിക്കുവാനും മരിക്കുവാനും ഒരുക്കമായിരിക്കുന്നുവോ? Right now, ഇപ്പോൾ God wants to give us an anointing to stand as a martyr for Jesus. യേശുവിന് വേണ്ടി ഒരു രക്തസാക്ഷിയായി തീരുവാനുള്ളതായ ഒരു അഭിഷേകം ഇപ്പോൾ നിങ്ങളുടെ മേൽ പകരുവാൻ പോകുന്നു. How many want that boldness to stand against the adversary? ആ ശത്രുവിന് വിരോധമായി നിൽക്കുവാനുള്ള ശക്തി ലഭിക്കുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? Peter was a coward. പത്രോസ് ഒരു ഭീരുവായിരുന്നു. He was afraid. തനിക്ക് ഭയമുണ്ടായിരുന്നു. He said, I will die for you, but he ran away. താൻ പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി മരിക്കും കർത്താവേ, എങ്കിലും സമയം വന്നപ്പോൾ ഓടിക്കളഞ്ഞു. But when he got the anointing, എന്നാൽ തനിക്ക് അഭിഷേകം ലഭിച്ചപ്പോൾ he died upside down for Jesus, the Bible says. യേശുവിന് വേണ്ടി തലകീഴായി ക്രൂശിക്കപ്പെട്ടു എന്ന് ചരിത്രം പറയുന്നു. How many want that anointing now? എത്ര പേർക്ക് ആ അഭിഷേകം ആവശ്യമാണ്? Oh, the Spirit is able to give us that strength. ആ അഭിഷേകം, ആ ബലം ആത്മാവ് നിങ്ങൾക്ക് തരുവാൻ പോകുകയാണ്. How many want that Holy Spirit to strengthen us this evening? എത്ര പേർ പരിശുദ്ധാത്മാവ് നിങ്ങളെ ബലപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു? Wait upon God. ദൈവത്തിനായി കാത്തിരിക്കുക. Close your eyes and wait upon God. നിങ്ങളുടെ കണ്ണുകൾ അടച്ച് ദൈവത്തെ കാത്തിരിക്കുക. An anointing is coming. അതേ, ഒരു അഭിഷേകം ഇറങ്ങി വരുന്നു. A mighty anointing is coming. ഒരു വലിയ അഭിഷേകം ഇറങ്ങി വരുന്നു. Who shall separate me from the love of Christ? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കുന്നത് ആർ? Who shall separate me from the love of Christ? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കുന്നത് ആർ? A martyr's anointing is coming down now. അതേ, ഒരു ശക്തിയേറിയ അഭിഷേകം ഇപ്പോൾ ഇറങ്ങി വരുന്നു. Hallelujah, hallelujah. Hallelujah, hallelujah. Thank you, Lord. Thank you, Jesus. Hallelujah. Amen. വ്രതഗണങ്ങളെ ചേർക്കുവാനായി വരുന്ന വ്രതഗണങ്ങളെ ചേർക്കുവാനായി വരുന്ന കാലം
Hallelujah, 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 hallelujah. 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 കർത്താവിന് വേണ്ടി പാട് സഹിക്കുന്നവർക്ക്, കർത്താവിന് വേണ്ടി നിന്ദിക്കപ്പെടുമ്പോൾ, ത്യജിക്കപ്പെടുമ്പോൾ, ഉപദ്രവങ്ങൾ അനുഭവിക്കുമ്പോൾ നമുക്ക് ദൈവസ്നേഹം നമ്മളിൽ വർദ്ധിക്കുവാൻ ഇടയായിത്തീരട്ടെ. നമുക്ക് വേണ്ടി പാടുകൾ സഹിച്ച യേശുവിന് വേണ്ടി മരിപ്പാൻ നീ ഒരുക്കമോ? നമ്മുടെ പാപത്തെ, ശാപത്തെയും രോഗത്തെയും വഹിച്ച് കാൽവരിൽ പിടഞ്ഞു മരിച്ച യേശുവിന് വേണ്ടി മരിപ്പാൻ നീ ഒരുക്കമോ? ഹല്ലേലൂയ. Oh my God, hallelujah, 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 hallelujah. എതിർ ക്രിസ്തു വെളിപ്പെടുവാൻ സമയം അടുത്തുപോയി. എന്നാൽ ഒരു കാര്യം സത്യമാണ്, അതിനു മുൻപ് തിരുസഭ എടുക്കപ്പെടും. ആ എടുക്കപ്പെടുന്ന കൂട്ടത്തിൽ നമുക്ക് ആയിത്തീരാം, നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം, യേശുവിലേക്ക് നമുക്ക് അടുക്കാം, കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കാം, കർത്താവിന് വേണ്ടി പാടുകൾ സഹിക്കാം, കർത്താവിനെ ഉയർത്തി കാണിക്കാം, അവരുടെ കൂടെ നിത്യജീവൻ പ്രാപിക്കാം, അവരുടെ കൂടെ ശക്തി പ്രാപിക്കാം, അവരുടെ കൂടെ കൃപകളെ പ്രാപിക്കാം. യേശുവായി ഹല്ലേലൂയ. ഓ റബക്കന to become the righteous of the light. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വരെ താമസിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്ന, അതുപോലെ അവിടെ ഇവിടെയായി ദൈവത്തെ വിളിക്കുന്ന ഒരു കൂടി ജനത്തെ ഒരുക്കുന്നതിന് വേണ്ടിയാണ്. നമ്മയും കൂടെ ഒരുക്കുവാനായിട്ട് ഇങ്ങനെയൊരു മീറ്റിംഗ് ദൈവം നമുക്ക് ക്രമീകരിച്ചു. നാളെയും ഇവിടെ മാത്രമാണ് ഈ പ്രാവശ്യത്തെ മീറ്റിംഗ്. ദൈവമക്കളെ, പ്രാർത്ഥനയോടെ നാളെ 5:45 മണിക്ക് അതിന് വന്നു ചേരുക. നമ്മുടെ കർത്താവിലേക്ക് നമുക്ക് അടുക്കാം. നിങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ കർത്താവിന്റെ വരവാകാം, നമുക്ക് എടുക്കപ്പെടുവാൻ നമുക്ക് ഒരുക്കമായി തീരാം. നിങ്ങളുടെ ഭവനത്തിൽ ചെല്ലുമ്പോഴായിരിക്കാം നിങ്ങളുടെ മരണമോ അല്ലെങ്കിൽ കർത്താവിന്റെ വരവോ, നമുക്ക് എടുക്കപ്പെടുവാൻ യോഗ്യരായി തീരാം. നമ്മുടെ യേശുവിലേക്ക് നമുക്ക് അടുക്കാം, സ്വഭാവത്തെ രൂപീകരിക്കാം, പ്രാർത്ഥനയിൽ മുഴുകാം, ബൈബിൾ വായനയിൽ മുഴുകാം. ഹല്ലേലൂയ. ദൈവേഷ്ട ജീവനായി സമർപ്പിക്കാം. ഹല്ലേലൂയ. ജീസസ്. ഓ മൈ ഗോഡ്. Thank you, Lord. Hallelujah. നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിക്കുന്നതിനാൽ ഈ 2-ാം ദിവസം മീറ്റിംഗിലും ദൈവം നമ്മെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. കർത്താവിന്റെ എല്ലാ കൃപകൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യാം. പുതിയ ആത്മാക്കൾക്കായി സ്തോത്രം ചെയ്യാം. അവരോട് ദൈവത്തിന്റെ ആത്മാവിന്റെ രാത്രി കാലം ഇടപെടുകയും സംസാരിക്കുകയും ചെയ്തതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. അതിന് സംസാരിപ്പാൻ പ്രിയദാസന്മാരെ ദൈവം ശക്തി തിരിച്ചതിനായി സ്തോത്രം ചെയ്യാം. നാളത്തെ മീറ്റിംഗിലും ദൈവ സാന്നിധ്യം കൂടിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം. വരവിനായി നമ്മെ ഒരുക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. മടക്ക യാത്രയെ സൂക്ഷിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. പിതാവാദയത്തിന് സ്തോത്രം ചെയ്യാം. പുത്രനാകർത്താവിന് സ്തോത്രം ചെയ്യാം. പരിശുദ്ധാത്മാവാദയത്തിന് സ്തോത്രം ചെയ്യാം. വേഗം വരുന്ന കർത്താവിന്, ജയം നൽകുന്ന കർത്താവിന് ഹല്ലേലൂയ. സ്വർഗപിതാവേ, നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവേ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുന്നതുപോലെ ഞങ്ങളുടെ ബൈബിൾ ക്ലാസിന്റെ 2-ാം ദിനത്തെ ഈ മീറ്റിംഗിനെ കർത്താവിടുന്ന്
അനുഗ്രഹിച്ച് നടത്തിയ എല്ലാ കൃപകൾക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഈ രാത്രികാലം കടന്നു വന്ന എല്ലാ ദൈവങ്ങൾക്കായി സ്തോത്രം, എല്ലാ പുതിയ ആത്മാക്കൾക്കായി സ്തോത്രം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ചതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ. പ്രത്യാശയുടെ പാട്ടുകൾ പാടി കർത്താവിൽ സന്തോഷിച്ചാനന്ദിപ്പാൻ സഹായിച്ചല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. ഈ രാത്രികാലവും തിരുവനെ സ്വസ്ഥനമായി ഘോഷിപ്പാൻ നിന്റെ ദാസന്മാരുടെ ശക്തീകരിച്ചതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ വേഗം വരുന്നു. ആമീൻ. കർത്താവായ യേശു വരണമേ. ഇത് തിരുവനത്തെ ആസ്പദമാക്കി ഈ രാത്രികളെ കേൾപ്പിച്ച വിലയേറിയ വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവെ. അന്ത്യകാലത്ത് ഹല്ലേലൂയ ക്ഷാമവും ഭൂകമ്പവും ഉണ്ടാകുന്നതായ നിശ്ചയങ്ങളെ കേൾപ്പിച്ചതിനായി സ്തുതിക്കുന്ന കർത്താവെ. ഈ നാളിൽ അപ്പത്തിനായുള്ള വിശപ്പില്ല, വെള്ളത്തിനായുള്ള ദാഹവുമില്ല, ദൈവത്തിന് വചനം കേൾക്കുവാനുള്ള ദാഹം ഈ ദേശത്തുള്ള ജനങ്ങൾക്ക് ദൈവം കൊടുക്കുന്നതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ ദിവസങ്ങളിൽ വാരിയുയർന്ന ദൈവത്തിന്റെ വചനം അനേകരുടെ ജീവിതത്തിന്റെ രക്ഷിപ്പിന് കാരണമായി തീരുവാൻ ദൈവമായ കർത്താവ് സഹായിക്കണമേ. പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, രോഗത്തിന്റെ ജനത്തെ എല്ലാവിടുന്ന് വിടുവിക്കുന്നതിനായി ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകരുടെ പേർ പറഞ്ഞ് അനേകരെ തെറ്റിക്കുന്നതായ ഹല്ലേലൂയ കാലം ഏറ്റവും സമയമായിരിക്കുന്ന കർത്താവേ. ഇത് ക്രിസ്തു വെളിപ്പെടും മുമ്പ് ഞങ്ങളുടെ കർത്താവായ യേശു വെളിപ്പെടുമ്പോൾ അവനെ എതിരേൽപ്പാൻ ഈ ദേശത്തിനോട് ജനത്തെയും അവിടുന്ന് ഒരുക്കുന്നതിനായി ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഈ രാത്രികാലം തിരുവൻ ഘോഷിപ്പാൻ നിന്റെ ദാസന്മാരെയും ശക്തീകരിച്ച് ബലപ്പെടുത്തുന്നതിനായി സ്തുതിക്കുന്ന കർത്താവേ. നീന്താരാം കൊടുത്ത് അനേർക്കനുഗ്രഹമായി കാണപ്പെടുവാൻ ദൈവമായ കർത്താവേ നീ അവിടുന്ന് സഹായിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. നാളെ രാത്രി ബൈബിൾ ക്ലാസ്സിനെയും അവിടുന്ന് നടത്തി അനുഗ്രഹിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നാളത്തെ മീറ്റിലും അനേകം പുതിയ ആത്മാക്കൾ കടന്നു കർത്താവേ ദൈവത്തിന് കേൾപ്പാൻ അവിടുന്ന് സഹായിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ഇത്തരത്തിലുള്ള ഭവനങ്ങളെല്ലാം അനുഗ്രഹിക്കുകയും രക്ഷിക്കുകയും ചെയ്യാനായി പ്രാർത്ഥിക്കുന്നു. വരുവാൻ പോകുന്ന നിത്യ ശിക്ഷാവിധിയിൽ നിന്ന് ജനത്തെ എല്ലാവിടുന്ന് വിടുവിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും മടക്കിയ യാത്രയിലും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. ഇതിലുപരിയായി വേഗം വരുന്ന കർത്താവിനെ എതിരേൽപ്പാൻ ഞങ്ങളെ ഒരുക്കുന്നതിനായും പ്രാർത്ഥിച്ച് തൃക്കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് പ്രാർത്ഥനയായി സ്തോത്രം ചെയ്യാം. സ്തോത്രം. നമ്മുടെ കർത്താവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മക്കാലും സവാസവും പരിശുദ്ധന്മാരോട് നമ്മുടെ എല്ലാവരോടും കൂടെ എന്നേക്കും കർത്താവിന്റെ വരവിലേക്കും ഇരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ.